ഹലോ, ആ സാറേ കേൾക്കാം കേൾക്കാം. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ. ഇനി എന്തെങ്കിലും ഇതേപോലുള്ള എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ പറയണേ അപ്പൊ തന്നെ. ഓക്കെ ഓക്കെ. ഓക്കെ ബ്രോ, ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മൾ പറഞ്ഞു വന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഓക്കെ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ റെസ്പോൺസ് തന്നുകൊടുക്കുക, അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ ഈ വോയിസ് ഒന്നും ബ്രേക്ക് ആയിട്ടില്ല എന്ന് കേട്ടോ. അതാ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിൽ ആ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഒരു സെഷനോട് കൂടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്, കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് എന്താ പറയുക പ്രോഗ്രാം ചെയ്യാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ചൊരു എന്താ പറയുക എന്താ പറയുക ഒരു വോയിസ് കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു റേഡിയോ കേൾക്കുന്ന പോലെയൊക്കെ ഫീൽ ഉണ്ടാവും. ബട്ട് ഞാൻ പറയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോണേ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ SM C എന്ന് പറയുന്ന ഒരു സെഷൻ അല്ലെങ്കിൽ SM C എന്നുള്ള ഫുൾ കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഫുൾ സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാം. ഇപ്പം കുറച്ച് നേരത്തെ ഒരാൾ പറഞ്ഞു 4 ഹവറിന് 50 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് അവിടുന്ന് ട്രേഡ് എടുക്കുമ്പം ഇനി ഇവിടുന്ന് പോകുമോ ഇല്ലേ എന്നറിയില്ല. ആ ഒരു കൺഫ്യൂഷൻ അല്ലേ? ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ് അല്ലേ? ചില സമയത്ത് നമുക്ക് ഹൈ ടൈം ഫ്രെയിമിൽ നിന്ന് ലോ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ എവിടുന്ന് എൻട്രി എടുക്കണം. ഓക്കെ. ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ സ്റ്റേജുകളുണ്ട്. പിന്നെ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പം ഇത് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് നമ്മുടെ ബിഗിന്നിങ് സ്റ്റേജിൽ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ കവർ ചെയ്യും. നമുക്കതെങ്ങനെ ഓവർകം ചെയ്യാം, നമ്മൾ എന്തൊക്കെയാണ് ഒരു ട്രേഡിങ്ങിന് വേണ്ടി ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ആയിട്ട് നിൽക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൂടാത്തത്, ഇത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് സെറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ. അപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ആ, ഉണ്ട് ബ്രോ, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഉണ്ട്. എന്താ നിങ്ങൾക്ക് എന്താണ് ആ എന്താണ് നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? എന്താണ് റിസ്ക് മാനേജ്മെന്റ് ആക്ച്വലി? എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ആ ആ, അതെ. കാണാൻ പറ്റും. കാണാം കാണാം. ഓക്കെ ഓക്കെ. എന്താ റിസ്ക് മാനേജ്മെന്റ്? നിങ്ങൾ മനസ്സിലാക്കിയ റിസ്ക് മാനേജ്മെന്റ് എന്താണ്? ലോസ് കുറയ്ക്കുക. ക്യാപിറ്റൽ ലോസ് പ്രൊട്ടക്ഷൻ. കുറക്കുക. എങ്ങനെ? ഒരു ക്യാപിറ്റൽ പേഴ്സിന്റെ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട ഒരു കാര്യമാണ് റിസ്ക് മാനേജ്മെന്റ്. ആ ഓക്കെ. എന്താണ് റിസ്ക് മാനേജ്മെന്റ്? ക്യാപിറ്റൽ നമ്മുടെ പ്രൊട്ടക്ഷൻ. ക്യാപിറ്റൽ വെച്ച് എത്ര ട്രേഡ് ചെയ്യാം. ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ. യെസ്. പിന്നെ വേറെ എന്തൊക്കെ ആൻസർ ഉണ്ട്? നിങ്ങൾക്ക് മനസ്സിലായ കാര്യം പറഞ്ഞാൽ മതി. ഇത് വൺ വേ ട്രാഫിക് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാട്ടോ അങ്ങനെ ചോദിക്കുന്നേ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, അറിയെങ്കിൽ അറിയാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് പറയാം. ഓക്കെ. ക്ലാസ്സാണ് കേട്ടോ. എങ്ങനെ? ഓക്കെ. അപ്പം പിന്നെ ലോസ് കുറക്കാം അല്ലെ, ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ, ഇതൊക്കെയാണ് മെയിൻലി റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ. ഓക്കെ. ഇനി വേറൊരു കാര്യം, സൈക്കോളജി, ട്രേഡിംഗ് സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മൾ എന്തിനാ ഈ ഒരു സൈക്കോളജി എന്നുള്ള പാർട്ട് നമ്മൾ എന്തിനാ പഠിക്കണ്ടേ? ഇമോഷൻ കൺട്രോൾ ചെയ്യാം. ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ ഇമോഷൻ എന്തിനാ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം? കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റിസ്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടി. വിജയിക്കാൻ പറ്റുള്ളൂ. റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ. പിന്നെ വേറെന്താ പറഞ്ഞേ? ഇമോഷൻ കൺട്രോൾ ചെയ്താൽ മാത്രമേ ട്രേഡിൽ സക്സസ് ആവുള്ളൂ. സക്സസിന് വേണ്ടിയിട്ട്. പിന്നെ അല്ലെങ്കിൽ പോരട്ടെ, അക്കൗണ്ട് മാനേജ് ആവും. അക്കൗണ്ട് കൂട്ടി പോകും അല്ലേ? ഇതാരാണ് ഗൂഗിൾ നിങ്ങളിവിടെ ഡ്രോ ചെയ്തൊന്ന് ക്ലിയർ ചെയ്യോ? സോറി. ഗൂഗിൾ. ഓക്കെ, താങ്ക്സ്. വേറെ വേറെ എന്തൊക്കെയാ റിസ്ക് മാനേജ്മെന്റ്? ഇമോഷൻ കൺട്രോൾ ഉണ്ടെങ്കിലേ റിസ്ക് മാനേജ്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ വേറെന്താ പറഞ്ഞേ? സക്സസിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെന്താണ്, വേറെന്താണ്? നല്ലൊരു ട്രേഡിംഗ് സിസ്റ്റം ട്രേഡിംഗ് സെറ്റപ്പ്. ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഗുഡ് ട്രേഡിംഗ് സിസ്റ്റം. ഓവർ ട്രേഡ് ഒഴിവാക്കുക. ഓവർ ട്രേഡ്.
ചാടിക്കേറി ട്രേഡ് ചെയ്യുക. അപ്പൊ ആ തന്നെ trade ചെയ്യുക. ഓക്കെ, അതിന് നമ്മൾ ഇമ്പൾസീവ് ട്രേഡിംഗ് എന്ന് പറയും അല്ലേ? വെച്ചാ ഓക്കെ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അല്ലേ? ആ ഇമ്പൾസീവ് ട്രേഡിംഗ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അതും പറയും. ഓക്കെ, അപ്പോൾ നമുക്കിതിവിടെ കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ അറിയാം, സൈക്കോളജി എന്താണ്, ഓക്കെ, അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷെ നമുക്കൊന്ന് അറേഞ്ച്ഡ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഈ റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള കാര്യം നമ്മളിവിടെ പഠിക്കാനുള്ള മെയിൻ അതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഗോള് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ മെയിൻ ഗോള്, ഓക്കെ, അതിൻ്റെ ഗോള് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് കോമൺ ബിഗിന്നർ മിസ്റ്റേക്സ്. ഓക്കെ, അവോയ്ഡ് കോമൺ ബിഗിന്നർ മിസ്റ്റേക്സ്. എന്തൊക്കെ മിസ്റ്റേക്സ് വരാം, അതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അതായത് നമ്മളിവിടെ സൈക്കോളജി എന്നുള്ള കാര്യം നമ്മളിവിടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബിഗിന്നർ ആയിട്ടുള്ള നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വരുത്താവുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈക്കോളജി എന്നുള്ള പാർട്ട് പഠിക്കണേ. ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് ഫോമോ എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ ഇമ്പൾസീവ് ട്രേഡിംഗ് എന്താണെന്നറിയില്ല, അങ്ങനെ അറിയാതെ ഒരാൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അയാൾ ഈ മിസ്റ്റേക്സ് ഒക്കെ വരുത്തും അല്ലേ? ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ സപ്പോസ് എഫ് ഒ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് എന്ത്, ഫോമോ എന്ന് പറയുന്നത്. എന്താ ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നേ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അറിയാവുന്ന ആൾക്കാർ പറയാം. ഒരു നമ്മളൊരു trade miss പ്ലാൻ ആവുമെന്നുള്ള ചെയ്ത് സംശയം വെച്ചാൽ അവിടെ വരുമ്പോ വരുന്നതിന്റെ മുന്നേ എടുക്കുക എന്നുള്ളത്. ആ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ലെവല് കണ്ടെത്തി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ലെവല് കണ്ടെത്തി. അപ്പം മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് മാർക്കറ്റ് എന്ത് ചെയ്ത് ഒന്ന് ഇമ്പൾസീവ് ആയിട്ട് ഇവിടെ മൂവ് ചെയ്ത്, ചിലപ്പോൾ ഇവിടെ ഒരു MS അല്ലെങ്കിൽ ഒരു CHO ഒക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ച് ആദ്യം നമ്മൾ കണ്ടെത്തിയ ലെവൽ ഏതാണ്, ഇവിടുന്നാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ വിചാരിച്ചത്. പക്ഷെ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്കൊരു MS തന്നു, അല്ലെങ്കിൽ ഒരു FEG ക്രിയേറ്റ് ചെയ്ത് ഒരു ഇമ്പൾസീവ് നല്ല രീതിയിലൊന്ന് ബുള്ളിഷായി പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മാർക്കറ്റ് നമ്മളെ കൂട്ടാതെ കയറി പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, ഇവിടെ കയറാമെന്ന് വിചാരിക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ പോയിട്ട് ട്രേഡ് എടുക്കും. നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ എന്തായിരുന്നു? ഇവിടുന്ന് ട്രേഡ് എടുക്കാനായിരുന്നു. പകരം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പോയിട്ട് ട്രേഡ് എടുത്തു. എന്തുകൊണ്ട്? നമ്മളെ കൂട്ടാതെ മാർക്കറ്റ് പോവോ എന്നുള്ള ഒരു പേടി. ഓക്കെ, അതാണ് ആക്ച്വലി ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളത്, അല്ലെങ്കിൽ FOMO എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോമോ എന്താന്ന് അറിയാത്ത ഒരാൾക്ക്, ഓക്കെ, അയാൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അയാൾ ഒരു ഏരിയ കണ്ടെത്തിയിട്ടുണ്ടാവും, പക്ഷെ അവിടേക്ക് വരുന്ന മാർക്കറ്റ് ഇമ്പൾസീവായിട്ട് മൂവ് ചെയ്യുന്നത് കാണുമ്പം അയാൾ അവിടെ കയറിയിട്ട് ട്രേഡ് എടുക്കും. ആ സമയത്ത് അയാളുടെ പ്ലാൻ അല്ല വർക്ക് ചെയ്യണത്, മറിച്ച് എന്താണ്, അയാളുടെ ഇമോഷനാണ്. അതായത് എന്നെ കൂട്ടാതെ ഈ ട്രേഡ് മുകളിലേക്ക് കയറിപ്പോവോ എന്നുള്ള ഇമോഷനാണ് അവിടെ വർക്ക് ചെയ്യണത്, ഒരിക്കലും അയാളെ പ്ലാൻ അല്ല. ക്ലിയർ? പറഞ്ഞത് മനസ്സിലായോ? ആ യെസ്, മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ ആക്ച്വലി ഇത് മനസ്സിലാക്കണ ഒരാൾ എന്താണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ ഇമ്പൾസീവായി മൂവ് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ പ്ലാൻ ഇവിടെയാണ്, ഇവിടെ വന്നാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു സിസ്റ്റമാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നതിലോട് കൂടി നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള ഈ ഓവർ ട്രേഡ്, ഇമ്പൾസീവ് ട്രേഡിംഗ്, FOMO അല്ലെങ്കിൽ റിവെഞ്ച് ട്രേഡ്, ഓക്കെ, അതൊക്കെ ഇത് നമുക്ക് ആഡ് ചെയ്യാം. റിവെഞ്ച് ട്രേഡ്, ഓക്കെ, ഗ്രീഡ്. ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അത്യാർത്തി ഇല്ലേ? നമുക്ക് ആർത്തി എന്നൊക്കെ പറയില്ലേ നമ്മൾ? ഓക്കെ, ആ കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ഒരു ബിഗിന്നർ ലെവലിൽ ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്സ്. ഓക്കെ, ഈ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി പഠിക്കണം, ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. ഓക്കെ, ഈ ഇമോഷൻ കൺട്രോൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്തും വേണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെന്റും ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ സക്സസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സിംപ്ലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ സൈക്കോളജി പഠിക്കുന്നതിനോട് കൂടിയിട്ട് നമ്മളിവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഫ്രെയിം വർക്ക് നമ്മൾ ബിൽഡ് ചെയ്യാണ്. ഓക്കെ, ഒരു സിമ്പിൾ ട്രേഡിംഗ് ഫ്രെയിം വർക്ക്. ബോറടിക്കുന്നുണ്ടോ?
കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഞാൻ. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രേഡിംഗ് ഫ്രെയിം വർക്കാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോണേ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ട്രേഡിങ്ങിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യണം, നല്ല രീതിയിൽ നിങ്ങളെ ഒരു പ്രോ ട്രേഡർ ആക്കുന്ന ഒരു ട്രേഡിംഗ് ഫ്രെയിം വർക്കാണ് ഈ സൈക്കോളജി ആൻഡ് റിസ്ക് മാനേജ്മെന്റ് കമ്പൈൻ ചെയ്ത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോണേ. ഓക്കെ, ഇതിന് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മളോട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ഓക്കെ ഓക്കെ അതായത് നമ്മുടെ മൈൻഡിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ മൈൻഡിൽ, ഈ ഒരു ട്രേഡറുടെ ഈ ഒരു മൈൻഡിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കളയും, എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യും. കാരണം റിയാലിറ്റി ഇതാണ്, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് വരും. നിങ്ങൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെവൽ കണ്ടെത്തിയിട്ട് അവിടുന്ന് മാർക്കറ്റ് മുകളിൽ പോവോ താഴെ വരുമോ എന്നുള്ള കാര്യം ഡൗട്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. മാർക്കറ്റ് അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും, അയ്യോ ഇവിടെ എത്തിയിട്ട് ഇനി മാർക്കറ്റ് മുകളിൽ പോവോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മാർക്കറ്റ് ട്രേഡ് ഒന്നും എടുക്കൂല, നിങ്ങൾ വെറുതെ ട്രേഡ് ഒന്നും എടുക്കാതെ വിടും. ചിലപ്പോൾ കറക്റ്റായിട്ട് മാർക്കറ്റ് ഇവിടെ എടുത്തിട്ട് മുകളിലേക്ക് പോകും. ഇപ്പോൾ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായി? റിഗ്രറ്റ് അടിച്ച്, കാരണം എൻ്റെ പ്ലാൻ ഇതായിരുന്നു, എന്നിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? ട്രേഡ് എടുത്തോ? ഇല്ല, എനിക്ക് എന്താണ്? പേടിയാണ്. എന്ത്, ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവോ താഴേക്ക് വരുമോ എന്നുള്ള പേടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത്, നിങ്ങൾ ആദ്യം ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ഒന്ന് ഫസ്റ്റ് വണ്ണാണ് അനാലിസിസ്. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസ് വേണം. മാർക്കറ്റിന്റെ ട്രെൻഡ്, മാർക്കറ്റിലുള്ള കീ ലെവൽസ് ഏതാണ്, ലിക്വിഡിറ്റി ലെവൽസ് ഏതാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയണം. ഓക്കെ, സെക്കൻഡ് വൺ റിസ്ക് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് റിസ്ക് ചെയ്യുള്ളൂ, നിങ്ങൾക്കൊരു ലോസ് വന്നാൽ എത്ര പെർസെൻറ്റേജ് മാത്രമേ പോവുള്ളൂ. ഓക്കെ, നിങ്ങളൊരു ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള 1:3 ഉണ്ടോ അല്ലെങ്കിൽ 1:2 ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഷുവർ ചെയ്തിട്ട് മാത്രമേ ആ ട്രേഡ് എടുക്കുകയുള്ളൂ. ആൻഡ് ഫൈനൽ പാർട്ട് ഈസ് ജേർണലിംഗ്. ഓക്കെ, അതായത് നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? ആ ട്രേഡ് എന്തുകൊണ്ട് എടുത്തു, ഓക്കെ, ആ ട്രേഡ് എന്തുകൊണ്ട് എടുക്കാനുള്ള വേറെ എന്തൊക്കെ അതിനുള്ള കോൺഫ്ലുവൻസസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആ ട്രേഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം SL ഓർ TP ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് SL ആയി, എന്തുകൊണ്ട് അത് TP ആയി, ഓക്കെ, എന്നിട്ട് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, നമ്മൾ അക്കൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് അപ്പായി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുന്ന അല്ലെങ്കിൽ പിന്നെ റെക്കോർഡ് ചെയ്യണ പാർട്ടാണ് എന്ത്? ജേർണലിംഗ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഈ ഒരു ഇഷ്യൂയിലേക്ക് വരാം. നേരത്തെ ഒരാൾ പറഞ്ഞൊരു വിഷയം, അതായത് ഒരു ഏരിയ എത്തി 4 ഹവറിന് 50 മിനിറ്റിലേക്ക് ആക്കി, അവിടുന്ന് ഏത് ഏരിയ നിന്ന് എടുക്കണം എന്നറിയില്ല, ആ ഒരു ഏരിയ എത്തുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോവോ താഴേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, കൺഫ്യൂഷൻ ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, നമ്മളിവിടെ പഠിച്ച ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് പഠിക്കണ സമയത്ത് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഈ കാര്യം പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. ഹലോ, ആ ആ അതന്നെ. ഓർമ്മ ഉണ്ട്? അതായത് ചാർട്ട് അത് തന്നെയാണ് ചെയ്യാനുള്ളത്. മനസ്സിലായില്ല, എന്താ ഇങ്ങനെ പറഞ്ഞാല്? അതായത് ഹിസ്റ്ററി പഴയ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണത്, പക്ഷെ വേറെ രീതിയിൽ വേറെ പാറ്റേണിലായിരിക്കും ഓക്കെ, അതായത് ഒരു ടെക്നിക്കൽ അനാലിസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിൽ ഒന്നും പുതുതായിട്ട് സംഭവിക്കണമല്ല, ഓൾറെഡി കഴിഞ്ഞു പോയ ആ ഒരു രീതിയിൽ, ആ ഒരു കാര്യങ്ങളിൽ, ആ ഒരു ഏരിയയിൽ വരുമ്പം ആ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സെറ്റപ്പ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? അതായത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. നമ്മൾ ഓൾറെഡി കണ്ടെത്തിയ ലെവല് മുമ്പും ഇതേ ലെവലിൽ മാർക്കറ്റ് വന്നപ്പോൾ ഇതേപോലെയാണ് റിയാക്ട് ചെയ്തത്. മനസ്സിലായോ? അതാണ് ഇവിടെ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞുള്ള കാര്യം. ഇതാണ് ഒരു ടെക്നിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ കാര്യം, അതായത് മാർക്കറ്റ് ഒരു ഏരിയയിലെത്തി അവിടുന്ന് ലോ ടൈം ഫ്രെയിമിലേക്ക് ആക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഈ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഹിസ്റ്ററി കണ്ടിട്ടില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അവിടെ
പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് നോക്കിയിട്ടില്ല. ഓക്കെ, കാരണം മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു ഇന്നത്തെ ദിവസത്തെ ചാർട്ട് മാത്രമല്ല മാർക്കറ്റ് കാണിച്ചു തരാം, അല്ലേ? നമുക്ക് ഒരുപാട് ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയ മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടായിട്ടും നമ്മൾ അത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂല? ഈ ഹിസ്റ്ററിയിൽ എന്താ സംഭവിച്ചത്, മുമ്പ് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യം നമുക്ക് കിട്ടുമോ? ഓക്കെ, അപ്പം കിട്ടൂല്ലേ ഗൈസ്? അതെ നിങ്ങളെല്ലാവരും കിട്ടും കിട്ടും, തീർച്ചയായും കിട്ടും. കിട്ടുമോ? ഓ നമ്മൾ മുമ്പ് കിട്ടും. ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുമോ? അപ്പൊ കിട്ടൂല. ചെക്ക് അപ്പൊ ചെയ്താൽ അല്ല, കിട്ടില്ല, ബാക്ക് ടെസ്റ്റ് ചെയ്താലേ കിട്ടുള്ളൂ. കിട്ടുള്ളൂ. അതെ, ആ അപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഹിസ്റ്ററിയിൽ എന്താ നടന്നേ, മുമ്പ് എങ്ങനെയൊക്കെയാ നടന്നതെന്ന് കിട്ടുള്ളൂ, അല്ലേ? ആ, അപ്പൊ ആ. ഇത് നമ്മളിങ്ങനെ കുറെ കാണുമ്പോൾ, ഇത് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് എന്തായി, ഒരു കോൺഫിഡൻസ് ബിൽഡായി. സെയിം ഏരിയയിൽ സെയിം കൺഫർമേഷൻ വന്നാൽ സിമ്പിളായിട്ട് നമുക്ക് ട്രേഡ് എടുത്തൂടെ? എടുക്കാം, അതെ അതെ. എടുക്കാം. എടുക്കാം. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്തിനാണ്? ബാക്ക് ടെസ്റ്റ് എന്നുള്ള ഏരിയയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയം നമ്മളൊരു ലോ ടൈം ഫ്രെയിമിലേക്ക് ചേഞ്ച് ചെയ്യുമ്പം ലാസ്റ്റ് ഉണ്ടാക്കിയ സിംഹയിൽ വേണോ, അവിടെ എടുക്കണോ, ഇവിടെ എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് മാറിക്കിട്ടും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തേ മതിയാവും. ഓക്കെ, ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്വിക്കായിട്ട് മണി ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമേ അല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക് നിങ്ങളിവിടെ ചെയ്തേ പറ്റൂ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്, ആ സിസ്റ്റത്തിന് പുറമെ അത് കംപ്ലീറ്റ് ചെയ്യണ ഈ പറയുന്ന സൈക്കോളജി, റിസ്ക് മാനേജ്മെന്റ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ട്രേഡർ ആവാൻ പോണില്ല. നമ്മൾ സാറേ, പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് അവിടെ ചെയ്യണം. ഒരു ഹലോ, ഡൗട്ട് ചോദിച്ചോട്ടെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ ഡൗട്ട്സ് ഈ നമുക്ക് ലാസ്റ്റ് ആക്കാം ബ്രോ. എന്തെങ്കിലും ഇതിന് റിലേറ്റഡ് ആണോ? അതെ അതെ അതെ, ഓക്കെ, ബാക്ക് ടെസ്റ്റ് നമ്മൾ എങ്ങനെ ശരിക്കും ചെയ്ത് നോക്കാം? ആ ഓക്കെ, ബാക്ക് ടെസ്റ്റിന്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം, എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. അതൊരു ഓക്കെ ടെക്നിക്കൽ എഡ്ജ് ആണ്, അത് ഓക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, ലാസ്റ്റ് ഒന്ന് കൺഫേം ഒന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. ഓക്കെ, ഓക്കെ. അപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യണം നമ്മൾ. ഓക്കെ, നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ മുമ്പ് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 1000 സർജറി ചെയ്തൊരു ഡോക്ടർ, ഓക്കെ, ഇയാൾക്ക് പുതിയ ഒരു സർജറി, ഇയാളിപ്പോൾ സപ്പോസ് ഇയാളിപ്പോൾ ഒരു ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ സർജറി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇയാൾക്ക് ഈ ഒരു സർജന് 1000 സർജറി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, ഇയാൾക്ക് ഒരു പുതിയൊരു കേസ് ഇയാളെ മുമ്പിലെത്തുമ്പോൾ ഇയാൾക്ക് ആ ഒരു പേടിയോ അല്ലെങ്കിൽ അയ്യോ ഇതെന്താണ് അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യം വരുമോ? കാരണം ഇയാളെ കയ്യിൽ എന്തുണ്ട്? ഇത്രയും സർജറി ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അയാൾക്ക് സിമ്പിളായിട്ട് ചിലപ്പോൾ നമ്മൾ അയാൾ മുന്നിൽ എത്തുമ്പോൾ തന്നെ എന്താ രോഗം എന്ന് മനസ്സിലാവും, അല്ലേ? ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരാണ്, അങ്ങനെയുള്ള ഡോക്ടർമാരെ കാണിക്കാനായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം. കാരണം എന്താ? അവർക്ക് പെട്ടെന്ന് രോഗം മനസ്സിലാവും, നമുക്കുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് പെട്ടെന്ന് തരാൻ പറ്റും. അതിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യണ കാര്യം എന്താ? അവർക്ക് കൂടുതൽ IQ പവർ ഉള്ളതുകൊണ്ട് മാത്രമാണോ? അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് അവിടെ ഉണ്ട്. ഇതേപോലെ മാർക്കറ്റിൽ നമുക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്, എത്രത്തോളം നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്രത്തോളം ഒരു എക്സ്പീരിയൻസ് നമുക്ക് ബിൽഡ് ചെയ്യാണ്. ഓക്കെ, അതേപോലെ മാർക്കറ്റിൽ നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാണ്. നമ്മൾ നമ്മളൊരു ലെവൽ കണ്ടെത്തി, ആ ലെവൽ നമ്മൾ ട്രേഡ് എടുത്ത് ചിലപ്പോൾ SL ആയി കാണും, ചിലപ്പോൾ നമ്മൾ TP ആയി കാണും. ഓക്കെ, അതൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ കാര്യം എന്താണ്? ബാക്ക് ടെസ്റ്റ് ആണ്. അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്തേ പറ്റൂ. ഓക്കെ, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത് കൃത്യമായിട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ലെവല് റെസ്പെക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ആ ലെവല് റെസ്പെക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടൂല. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഇനി നമുക്ക് ക്ലിയർ ആണോ പറഞ്ഞത് ഗൈസ്? എന്താണ് ആരൊന്നും മിണ്ടാത്തെ? എനിക്കറിയാം ഇത് അതെ അതെ, കുറച്ച് ക്ലിയർ ആണ്, ബോറിംഗ് ക്ലിയർ ആയിട്ടുള്ള ആണ്. കാര്യങ്ങളാണ്, പക്ഷെ ഇത് വളരെ റിയാലിറ്റിയാണ്. ഓക്കെ, ഈ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. ഓക്കെ, ഇനി റിയാലിറ്റി ചെക്ക് എന്നുള്ളൊരു സംഭവം, അതായത് സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഇപ്പോൾ നമ്മളിപ്പം ഒരു ഡിസിപ്ലിനുള്ള ട്രേഡർ ആയി എന്ന് വിചാരിക്കാം. അതായത് നമ്മളിപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രേഡിങ്ങിൽ നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ആ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തു, നമ്മളൊരു റൂളൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യൂല, ഞാൻ ഇത്ര കാര്യങ്ങൾക്ക് മാത്രമേ നോക്കുള്ളൂ എന്നൊക്കെ രീതിയിലൊക്കെ നമ്മൾ ഒന്ന് എന്താ പറയുക ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കാൻ തുടങ്ങി.
ഓക്കെ, ആദ്യമൊക്കെ നമ്മൾ ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ റൂൾസ് ബ്രേക്കായി. അങ്ങനെ നമ്മൾ എന്തായി, ഫെയിലായി. നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, പൂട്ടിപ്പോകാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ ലോസ് വരുമ്പം റിവെഞ്ച് ട്രേഡ് എടുക്കാൻ തുടങ്ങി. ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ബിഗിന്നർ സ്റ്റേജിൽ തന്നെ നിങ്ങൾ ഈ ഒരു ലെവലിലാണുള്ളത്. നിങ്ങൾ എന്താണ്, ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ട്രേഡ് എടുത്തിട്ട് TP കുറച്ചും കൂടുതൽ SL വരികയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഏരിയ എത്തുമ്പം അവിടെ SL വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ആ SL കിട്ടിയിട്ട് മാർക്കറ്റ് TP ഏരിയയിലേക്ക് പോവുകയാണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ് ഇനീഷ്യലി. ഓക്കെ, ബിഗിനിങ് സ്റ്റേജിൽ. അപ്പോൾ നിങ്ങൾ ലോസസ് വരും, ലോസസ് കവർ ചെയ്യാൻ നോക്കും, ഓവർ ട്രേഡ് എടുക്കാൻ നോക്കും, ഒരു ദിവസം 6ഉം 7ഉം 10ഉം ട്രേഡുകളൊക്കെ എടുക്കാൻ നോക്കും. ഇങ്ങനെ അക്കൗണ്ടുകൾ, ഓരോ ഫണ്ടഡ് അക്കൗണ്ട് കഴിഞ്ഞ് അടുത്ത ഫണ്ടഡ് അക്കൗണ്ട് ഇങ്ങനെ അടിച്ചു പോകാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെയുള്ള ഒരു സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുകയാണ് എന്താണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ നിങ്ങൾ വിഷയം എന്താണെന്ന് ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, പ്രോപ്പറായിട്ട് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിത് സംഭവിക്കണമെന്ന് മനസ്സിലായി. ഓക്കെ, എല്ലാത്തിനും നിങ്ങൾക്ക് കാരണം പറയാനുള്ളത് എന്താണ്, ഡിസിപ്ലിൻ 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 എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഡിസിപ്ലിൻ വേണം. അപ്പോൾ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തു, റൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, റൂൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം മാക്സിമം ഒരു ട്രേഡ് എടുക്കുള്ളൂ. ഓക്കെ, ഒരു നേരം മാത്രമേ ഞാൻ മാർക്കറ്റിൽ ഇരിക്കുള്ളൂ. ന്യൂയോർക്ക് അല്ലെങ്കിൽ ലണ്ടൻ ഒരു ടൈമിൽ മാത്രമേ മാർക്കറ്റിൽ ഇരിക്കുള്ളൂ. ഒരു പെയർ മാത്രമേ നോക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ഓരോ റൂള് സെറ്റ് ചെയ്തു. ഓക്കെ, ഈ റൂള് സെറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ വീണ്ടും ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇനീഷ്യലി നിങ്ങൾ ബെറ്ററായി, അതായത് മുമ്പുള്ള ലോസി സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ബെറ്ററായി. നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവാൻ തുടങ്ങി. നിങ്ങൾക്ക് നിങ്ങളുടെ ചലഞ്ച് അക്കൗണ്ട്, ഇപ്പം നിങ്ങളുടെ എന്താ പറയുക ഫണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ അത് പാസ്സാവാനായി. ഓക്കെ, പാസ്സായിട്ടില്ല, എബൌട്ട് ടു പാസ്. ഓക്കെ, ഈ ഒരു ലെവലിലേക്ക് എത്തി. ഓക്കെ, ഇവിടെ എത്തി. അപ്പോൾ നിങ്ങൾ ഇവിടെ ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഫെയിലായി, കുറേ അക്കൗണ്ട് പോയി, കുറേ റിവെഞ്ച് ട്രേഡ് ചെയ്തു. പിന്നെ നിങ്ങൾ ഡിസിപ്ലിനൊക്കെ ബിൽഡ് ചെയ്ത് റൂളൊക്കെ സെറ്റ് ചെയ്ത് വീണ്ടും നിങ്ങൾ പ്രോഫിറ്റ് സ്റ്റേജിലെത്തി. അപ്പം ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ കേസ് എടുക്കാം. നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാവാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ചുരുക്കി കുറച്ച് ഡോളറുകൾ മതി. ഒരു എക്സാമ്പിൾ ഒരു $250 ഒക്കെ മതി, അല്ലെങ്കിൽ ഒരു $100 മതി പാസ്സാവാൻ. ഓക്കെ, ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ഓക്കെ, ആ ഒരു സമയത്ത് ഒരു ട്രേഡ് വന്നു. നിങ്ങൾ ആ ട്രേഡ് എടുക്കാൻ അത്ര ഒരു ട്രേഡ് നിങ്ങളുടെ സെറ്റപ്പ് പ്രകാരമുള്ള ട്രേഡ് തന്നെയാണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണില്ല, ട്രേഡ് എടുക്കണില്ല. ഓക്കെ, ആ ട്രേഡ് എടുക്കണില്ല, പക്ഷെ ആ ട്രേഡ് നിങ്ങൾ വിചാരിച്ച അതേപോലെ പെർഫോം ആയി. ഓക്കെ, നിങ്ങൾ വിചാരിച്ചിരുന്ന ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ആവുന്നതായിരുന്നു. അത് ബുള്ളിഷ് ആയി, പക്ഷെ നിങ്ങൾ ആ ട്രേഡ് എടുത്തില്ല. ഓക്കെ, വാട്ട് എവർ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, നിങ്ങൾ ആ ട്രേഡ് എടുക്കാതെ മാർക്കറ്റ് ആ ഒരു കറക്റ്റ് വേയിൽ മൂവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ മുമ്പ് ഉണ്ടാക്കിയ ഈ റൂൾസ് ഒക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇല്ലാണ്ടാവും. കാരണം എന്താ, നിങ്ങൾ വിചാരിച്ച ഏരിയയിൽ മാർക്കറ്റ് എത്തി, അവിടുന്ന് മൂവ് ചെയ്തു, പക്ഷെ നിങ്ങൾ ട്രേഡ് എടുത്തില്ല. ഇവിടെയും ആരാണ് വർക്ക് ചെയ്യണത്? ഇമോഷൻസ്. എന്താണ് ഇമോഷൻസ്? കാരണം നിങ്ങൾക്ക് സിംപിളി $100 മതി. ഇവിടെ നിങ്ങൾ എടുത്തണമെങ്കിൽ ഈ അക്കൗണ്ട് പാസ്സാവുമായിരുന്നു. അപ്പം ഞാനിവിടെ ട്രേഡ് എടുത്തതെന്നുണ്ടെങ്കിൽ ഈ ഒറ്റയടിക്ക് എനിക്ക് ഈ അക്കൗണ്ട് പാസ്സാക്കായിരുന്നു. അപ്പോൾ അത് വിചാരിച്ചപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഇമോഷൻ വർക്കായി തുടങ്ങി. നിങ്ങൾ ഈ ഒരു ഓവർ ട്രേഡ് അല്ലെങ്കിൽ അടുത്ത ഇമ്പൾസീവ് ലെഗിൽ എൻട്രി കയറി, അത് ലോസായി. ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ഉണ്ടാക്കിയ എമൗണ്ട് പോയി. ഓക്കെ, നിങ്ങൾക്ക് $100 പാസ്സാവാനുള്ള സ്ഥലത്ത് ചിലപ്പോൾ $500 വരെ ആവും. ഓക്കെ, ആക്ച്വലി നിങ്ങൾ ഈ ഒരു സമയത്തും ഇവിടെയും നിങ്ങൾ ആലോചിക്കുന്നത് ഒരിക്കലും റൂൾസിനെ പറ്റിയല്ല. എനിക്ക് $100 മതി, അല്ലേ? ആ 100 എന്ന് പറയുന്ന നമ്പറിനെയാണ് നിങ്ങൾ ആക്ച്വലി ഇവിടെ എന്ത് ചെയ്യണത്, ആലോചിക്കണം. ഒരിക്കലും റൂൾസിനെ അല്ല. റൂൾസിനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ട്രേഡ് എടുത്തിരുന്നു, അല്ലെങ്കിൽ അടുത്തൊരു ട്രേഡ് എടുക്കാൻ പോകില്ലായിരുന്നു. കാരണം നിങ്ങളുടെ ഒരു പ്രോപ്പർ സെറ്റപ്പിലുള്ള ട്രേഡ് അല്ല നിങ്ങൾ നെക്സ്റ്റ് എടുക്കാൻ പോണത്. ഇവിടെ പ്രോപ്പർ സെറ്റപ്പാണ്, ഇവിടെ നിങ്ങൾ എടുത്തില്ല. അടുത്തതൊരു പ്രോപ്പർ സെറ്റപ്പ് അല്ല, അവിടെ നിങ്ങൾ ട്രേഡ് എടുത്തു, ലോസ് വന്നു. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ ബിൽഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ റൂൾസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഏത് സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂൾസ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ലോസ് ആവാനാണ് പോണത്. ഓക്കെ, അപ്പം കൃത്യമായിട്ടുള്ള റൂൾസ് നമ്മളിവിടെ സെറ്റ് ചെയ്യണം. കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ്, ഒരു ഡിസിപ്ലിൻ നമ്മളിവിടെ ബിൽഡ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിൽ ആർക്കും ഒരു പ്രോ ട്രേഡർ ആവാൻ പറ്റുള്ളൂ.
കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് അത്രക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സാധനമൊന്നും സാറേ മനസ്സിലായോ? സാറ് ഒരു ഡൗട്ട് വെച്ചിട്ടാ ചെയ്യണം നിങ്ങളാണ്. സാറേ ഒരു വോയിസ് ഡൗട്ട് വെച്ചിട്ടാ സാർ. ഹലോ ഹലോ ഹലോ, ഹലോ എവിടെ വരെ കേട്ടു? ഹലോ ഹലോ ഹലോ, സാർ ക്ലിയർ ആണോ? കേൾക്കാവോ സാറേ? അപ്പൊ കേൾക്കാം. ഞാൻ ചോദിച്ചത് ഇപ്പൊ നമ്മളൊരു സെറ്റപ്പിൽ വന്നപ്പോൾ നമുക്കൊരു ആ ട്രേഡ് എടുക്കാൻ കോൺഫിഡൻസ് ഇല്ല. നമ്മളപ്പോ ആ ട്രേഡ് അവിടുന്ന് സ്കിപ്പ് ചെയ്താൽ പോരെ അപ്പൊ അത്? ഓക്കെ, നിങ്ങൾക്ക് എത്ര ടൈം ഇത്ര ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കാൻ പറ്റും? നിങ്ങൾക്ക് അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ഇല്ല മീൻസ് നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ ഇല്ല എന്നാണോ, കോൺഫിഡൻസ് ഇല്ല എന്നാണോ? നമ്മളൊരു സെറ്റപ്പ് പ്ലാൻ ചെയ്തു, മനസ്സില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല മാർക്കറ്റ് അവിടെ വർക്ക്. ആ, ഇത് രണ്ടും രണ്ടാണ് ബ്രോ. ലൈക്ക് കോൺഫിഡൻസ് ആൻഡ് കോൺഫ്ലുവൻസ് ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? നമുക്കിപ്പോ ഒരു ഏരിയ ഞാൻ വന്നു. പറഞ്ഞ ഒന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ആ അതായത് നമ്മളിപ്പോ ഒരു മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് ഒരു ലിക്വിഡിറ്റി ബേസ് ചെയ്താണ് അവിടെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ പക്ഷെ അവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസുകളാണ്. ഓക്കെ, ലിക്വിഡിറ്റി അതന്നെയാണ് ഇല്ലാതെയാണ്. ബ്രോ, അതന്നെയാണ് ബ്രോ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞത്. വരുമ്പോൾ അവിടെ നമുക്കൊരു ട്രേഡ് നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയണ പോസിബിൾ അല്ല. പോസിബിൾ അല്ല. ഇപ്പൊ ബ്രോക്ക് അറിയാം അത് പോസിബിൾ അല്ല. കാരണം എന്താ? അത് അഗെയിൻസ്റ്റ് യുവർ സെറ്റപ്പ് ആണ് അല്ലെ? നിങ്ങൾ ആ സെറ്റപ്പ് വെച്ച് നോക്കുമ്പം ഇവിടെ മാർക്കറ്റ് എന്ത് രീതിയിൽ ഒന്നുകിൽ പി ഡി ക്രിയേറ്റ് ചെയ്ത് വരണം, അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് വരണം അല്ലെ? ഒരു കൃത്യമായിട്ടുള്ള എഫ് ഇ ജി അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ടാവണം. അവിടുന്ന് മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ, ശരിയല്ലേ? അപ്പോൾ ബ്രോക്ക് നോക്കുമ്പം ആ ഒരു അനാലിസിസ് നടത്തുമ്പോൾ ബ്രോക്ക് മനസ്സിലായി പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മാറി നിൽക്കുക. അതേസമയം ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതല്ല. നമ്മൾ ഈ പറയുന്ന സെറ്റപ്പിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ, ലിക്വിഡിറ്റി ഉണ്ട്, മാർക്കറ്റ് പ്രോപ്പർ ഏരിയയിലാണ്, ഹയർ ടൈം ഫ്രെയിം വ്യൂ കറക്റ്റ് ആണ്, പ്രോപ്പർ ടൈമിംഗ് ആണ്, ഒക്കെ ഓക്കെ ആയിട്ടും നമ്മൾ ട്രേഡ് എടുക്കാൻ ബേജാറാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺഫിഡൻസ് എന്ന് വിളിക്കണേ. ഓക്കെ, ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ബ്രോ പറഞ്ഞ കാര്യങ്ങൾ കോൺഫ്ലുവൻസിന്റെ ബേസിസിലാണ് വരിക. കോൺഫ്ലുവൻസ് ഇല്ല, അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം അവിടെ ട്രേഡ് എടുക്കണ്ട. പക്ഷെ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് ഇല്ല എന്നുള്ള പാർട്ടാണെങ്കിൽ അതാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇത് നമുക്ക് സിമ്പിളായിട്ട് ചാർട്ട് അനലൈസ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. പക്ഷെ ഈ കോൺഫിഡൻസിന്റെ പാർട്ട് ഇത് നമ്മൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ബിൽഡ് ആവേണ്ടത്. നമ്മളാണ് അത് ബിൽഡ് ചെയ്യേണ്ടത്. കാരണം അവിടെയാണ് ഈ ഒരു കാര്യം, യു വേഴ്സസ് യു. ഇവിടെ നിങ്ങൾ നിങ്ങളോടാണ് ഈ ഒരു ട്രേഡിങ്ങിൽ മത്സരിക്കണേ. നിങ്ങൾ നിങ്ങളുടെ ഇമോഷനോടാണ് ട്രേഡിങ്ങിൽ മത്സരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വൺ ആണെന്ത്? ബാക്ക് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, പറഞ്ഞ് ക്ലിയർ ആണോ? അതെ ഓക്കെ ആണോ? ഓക്കെ അതെ അതെ ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റ്, അതേപോലെ റിസ്ക് കൺട്രോൾ, ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ ഹാബിറ്റാക്കി കൊണ്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ട്രേഡർ ആവാൻ ഇവിടെ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രേഡിംഗ് ഫ്രെയിംവർക്ക് മതി. അതിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ഡിസിപ്ലിൻ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എവിടെ എത്താൻ പറ്റുള്ളൂ? ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്നുള്ള ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചതാ. കാരണം ഇത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പറയുന്ന സംസാരമല്ലേ, ലൈക്ക് ഒരു ടെക്നിക്കൽ അനാലിസോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. അപ്പോൾ
ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായി തോന്നാം, കുറച്ചൊരു ഒരു ബോറിംഗ് ആയിട്ട് തോന്നാം ഈ ഒരു സെഷൻ. പക്ഷേ ഞാൻ പറയാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിലേക്ക് നിങ്ങളൊരു ഫോക്കസ് കൊടുത്തിട്ട് നിങ്ങളുടെ സൈക്കോളജി ആൻഡ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഇതിനോട് ഏറ്റവും ഗുണം ഉണ്ടാവുക. കാരണം ഈ ഒരു ബിഗിന്നർ സ്റ്റേജിൽ നമ്മൾ ഇത് പ്രോപ്പറാക്കി കൊണ്ടുവന്നാൽ നിങ്ങൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര മാസങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് പോയിക്കോളും. ഇപ്പോൾ ഇനീഷ്യലി നമ്മളത് ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് പയ്യെ പയ്യെ വിട്ടു പോകാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ബിഗിന്നിങ് സ്റ്റേജിൽ തന്നെ ഡിസിപ്ലിൻ ആയിട്ട് ട്രേഡ് ചെയ്യുക. ഒരിക്കലും റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യരുത്. നിങ്ങളുടെ പ്രോപ്പർ സെറ്റപ്പ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യരുത്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ആദ്യത്തെ സെഷനുകളിൽ ബേസിക്കിൻ്റെ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രോ ട്രേഡർ നമ്മൾ വിളിക്കുന്നത് ആരെയാണെന്ന് വെച്ചാൽ ട്രേഡ് എടുക്കാതെ നിൽക്കാൻ കഴിയുന്ന ആളോടാണ്. അതായത് ഇന്നത്തെ ദിവസം ഇപ്പോൾ തിങ്കളാഴ്ച വന്നാൽ നമ്മുടെ മൈൻഡ് ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയി, നേരെ പോയി ട്രേഡ് എടുക്കുക, ആ ഒരു മൈൻഡ് സെറ്റേ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ദിവസവും പോയി ട്രേഡ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, മാർക്കറ്റിൽ പ്രോപ്പർ ഏരിയയിൽ എത്തുമ്പോൾ മാത്രം ട്രേഡ് എടുത്താൽ മതി. അതിന് തന്നെ നിങ്ങൾ കുറച്ച് സോണുകളാക്കി തിരിക്കുക. അതായത് ലണ്ടനിലാണെങ്കിൽ ലണ്ടനിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. ഓക്കെ, ന്യൂയോർക്കിലാണെങ്കിൽ ഞാൻ ന്യൂയോർക്കിൻ്റെ ആ ഒരു കീ ടൈമിൽ മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. ഇങ്ങനെ കുറച്ച് ഏരിയാസിൽ കുറച്ച് ടൈമുകളിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. വെറുതെ ഇങ്ങനെ ചാർട്ട് നോക്കി ട്രേഡ് ഉണ്ടോ എന്ന് നോക്കിയിരിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അങ്ങനെ നോക്കിയിരുന്ന സംഭവിക്കാൻ പോണ കാര്യം എന്ന് വെച്ചാൽ ഇല്ലാത്ത ട്രേഡുകൾ എടുക്കും, അവിടെ നിങ്ങൾക്ക് SL കിട്ടും, അക്കൗണ്ട് പൂട്ടി പോകും. ഓക്കെ, അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇത്രയും ഫ്ലോയിൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബിഗിന്നിങ് സ്റ്റേജിൽ നിങ്ങളൊക്കെ ചിലപ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂസ് ആയിരിക്കും ഇത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ആ റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം പറയാം. അതായത് ഞാൻ ഫസ്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാവണത് ആഫ്റ്റർ 3 അക്കൗണ്ടുകൾ ബ്ലൂ ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, എന്നിട്ട് 4ാമത്തെ അക്കൗണ്ട് ഞാൻ എടുത്തു. ഈ 4ാമത്തെ അക്കൗണ്ട് ഇതിനൊക്കെ നമ്മൾ കാശ് ചെലവാക്കുന്നല്ലേ. ഓക്കെ, 4ാമത്തെ അക്കൗണ്ട് എടുത്തു. ആ 4ാമത്തെ അക്കൗണ്ട് അറൗണ്ട് 9% ഡ്രോ ഡൗണിലായി. ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ ലോസിലായി. മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ 10% ആണ്. ഓക്കെ, 1% കൂടി ലോസ് വന്നാൽ ആ അക്കൗണ്ടും പോയി. അപ്പം ഇവിടെ എനിക്ക് വന്ന വിഷയം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എന്താണ് ഡിസിപ്ലിൻ ഇല്ല, പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ഇല്ല. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ 9% കൺവേർട്ട് ചെയ്ത്, ഐ മീൻ പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ഡിസിപ്ലിൻ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ഈ 9% കൺവേർട്ട് ചെയ്ത് ആ അക്കൗണ്ടിന്റെ ഫസ്റ്റ് ചലഞ്ചും പാസ്സായി, സെക്കൻഡ് ചലഞ്ചും പാസ്സായി. ഓക്കെ, പക്ഷേ ഇതിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു സംഭവം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും അക്കൗണ്ട് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഓക്കെ, ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അത്രയും ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏറ്റവും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആയിട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങളവിടെ ഫോളോ ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് വേണം, അത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് വേണം, പ്രോപ്പറായിട്ടുള്ള ജേർണലിംഗ് വേണം. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ ഫേസ് ചെയ്യണ്ട. നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ബിഗിനർ സ്റ്റേജിൽ തന്നെ നിങ്ങൾ ഇത് വരുമ്പം നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ ഇവിടെ കണ്ടക്ട് ചെയ്തത്. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഒറ്റ ട്രേഡിൽ ഒരു $1000 കിട്ടുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ളത് നോക്കലാണ്. കാരണം നമുക്കിത് കാലാകാലം, അതായത് നമ്മൾ എത്രത്തോളം കാലം ട്രേഡിങ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം കാലം ഈ ട്രേഡിങ് നമ്മളിങ്ങനെ, അതായത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഇന്ന് ട്രേഡിങ് തുടങ്ങി ഈ മാസാവസാനത്തോടെ ട്രേഡിങ് നിർത്തുക എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം ഇത് കുറേ ഫ്രീഡംസ് തരുന്നൊരു പാർട്ടാണ്. ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള സമയത്ത്, ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം, ജോബ് ചെയ്യാം, പൈസ ഉണ്ടാക്കാം, അല്ലേ? നമ്മളുടെയൊക്കെ അറ്റ്മോസ്റ്റ് ഏറ്റവും അവസാനത്തെ ഒരു എയിം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആ പൈസ ഉണ്ടാക്കുന്നത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വലിയൊരു അസറ്റായി മാറും. ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്, നല്ലൊരു സേവിങ്സ് ആയി മാറും. പക്ഷെ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഇവിടെ ഫോളോ ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഇവിടെ ഫോളോ ചെയ്യണം. ഓക്കെ, കാരണം ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിപ്ലിൻ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുക? ഇവിടെ ഉണ്ട് അതിന് ആൻസർ. ഇതെന്താണ് ആക്ച്വലി? ഈ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിപ്ലിൻ നിങ്ങൾക്ക് ആരാണ് തരിക? എവിടുന്നാ കിട്ടുക? അറിയോ? നമ്മുടെ സെറ്റപ്പ് സെറ്റപ്പ് ആണോ? വി നീഡ് വാട്ട്? പ്ലാൻ, എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ്, ഡിസിപ്ലിൻ. എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കൂല. കാരണം ഈ എക്സ്പീരിയൻസോട് കൂടിയിട്ട് നമ്മൾ മാർക്കറ്റിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് ബിൽഡ് ചെയ്യുക. അതേസമയം ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എത്രത്തോളം നമ്മുടെ റൂൾസിനെ ഫോളോ ചെയ്യുന്നുണ്ട്, എത്രത്തോളം റിസ്ക് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്, ഇതാണ് ആക്ച്വലി ഡിസിപ്ലിൻ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾക്ക് എന്ത് വേണം? ഒരു പ്ലാൻ വേണം. എന്താണ് ഈ പ്ലാൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണേ? ട്രേഡ് പ്ലാൻ മാത്രമാണോ? പ്ലാൻ എന്ന് പറഞ്ഞാൽ അല്ല, ട്രേഡ് പ്ലാൻ മാത്രല്ലല്ലോ. ഹലോ, ഹലോ, കട്ടായി. ഓഡിയോ പോയി. സാറേ ബ്രേക്ക് ആവുണ്ടോ? ഓഡിയോ വോയിസ് പോയി. ബ്രേക്ക് ആവുണ്ടോ? ആ ബ്രേക്ക്. ഇപ്പൊ ക്ലിയർ അല്ലേ? ആ ഇപ്പൊ ഇവിടുത്തെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. ഇന്ന് ഇവിടെ റേഞ്ചിന്റെ എന്തോ വിഷയമുണ്ട്, അതുകൊണ്ടാട്ടോ. സോറി. ഇപ്പൊ ക്ലിയർ അല്ലേ? ആ അതെ അതെ. ഓക്കെ ഓക്കെ. ഓക്കെ അപ്പം അപ്പം നമുക്ക് എന്ത് വേണം? ഒരു പ്ലാൻ വേണം. ഓക്കെ, ഈ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക, ഒരു 4 ഹവറിന്റെ FEGയിലേക്ക് വന്നു, അല്ലെങ്കിൽ അവിടുന്ന് 50 മിനിറ്റ് കൺഫർമേഷൻ കിട്ടി. ഇതല്ല നമ്മുടെ ഈ പ്ലാൻ. അത് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ആണ്. ഓക്കെ, അത് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ആണ്. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ഓക്കെ, നമുക്ക് എന്ത് വേണം? വി നീഡ് വൺ ട്രേഡ് പ്ലാൻ. നമുക്കൊരു ട്രേഡ് പ്ലാൻ വേണം. ആ ട്രേഡ് പ്ലാൻ ആണ് നമ്മൾ ഇത്രയും സെഷനിൽ നമ്മൾ പഠിച്ചത് അല്ലേ? SMC എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് എന്ത്? ട്രേഡ് പ്ലാൻ, അല്ലെങ്കിൽ CRT, അല്ലെങ്കിൽ ICT. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്? ട്രേഡ് പ്ലാൻ. ഓക്കെ, നമുക്ക് ഈ ട്രേഡ് പ്ലാൻ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം എന്നും വിളിക്കാം. ഓക്കെ, സിസ്റ്റം എന്നും വിളിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്, അല്ലെങ്കിൽ സോറി, ഈ ഒരു സിസ്റ്റം നമുക്ക് ആദ്യം വേണം. അതിപ്പോൾ നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മളെ കയ്യിലുണ്ട്. സോ ഇനി നെക്സ്റ്റ് വേണ്ടത് എന്താണ്? വൺ സെഷൻ, വൺ ട്രേഡിംഗ് സെഷൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വൺ ട്രേഡിംഗ് സെഷൻ. നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു ട്രേഡിംഗ് സെഷനിലായിരിക്കണം. ഓക്കെ, ഈ ട്രേഡിംഗ് സെഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലണ്ടനിൽ മാത്രം ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂയോർക്ക് ഓപ്പണിങ്ങിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം ഏഷ്യൻ്റെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ വോളറ്റൈൽ ആവുന്ന ഈ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പക്ഷെ നിങ്ങളൊരു കാര്യം കൺഫേം വരുത്തുക, ഒരിക്കലും ഒരു 4 മണിക്കൂർ മാക്സിമം നിങ്ങളൊരു ടൈം ലൈൻ ഇടുക. ഞാൻ ഒരു അപ്രോക്സിമേറ്റ് ടൈമാണ് പറയുന്നത്. ഒരു 4 മണിക്കൂറിലധികം നിങ്ങൾ എന്ത് ചെയ്യരുത്? ചാർട്ടിനുള്ളിൽ സ്പെൻഡ് ചെയ്യരുത്. ട്രേഡിനും വേണ്ടിയിട്ട് കേട്ടോ, ബാക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുന്നത് 4 മണിക്കൂറിലധികം ട്രേഡിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കരുത്. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ, ഹലോ, ഓഡിയോ പോയോ? ഇല്ല, കേൾക്കാം. ഓക്കെ, അത് നിങ്ങൾ ഇങ്ങനെ ഒരു, ഇപ്പൊ പറഞ്ഞത് ഇനീഷ്യൽ സ്റ്റേജിലല്ലേ പറഞ്ഞത്? അതെ, ഇനീഷ്യൽ സ്റ്റേജിലാണ്. നിങ്ങൾ ഈ പ്ലാൻ തന്നെ ഫോളോ ചെയ്തു പോയാൽ നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം ബ്രോ. കാരണം നമ്മൾ ഇതെന്നൊക്കെ ഇപ്പൊ നമുക്ക് മാറി ഡിസിപ്ലിൻ ഒക്കെ ഓക്കെയാണ്, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എത്ര ടൈം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. എന്തിന്? നമുക്ക് കൺഫർമേഷൻ കിട്ടിയാൽ എന്റെ എടുക്കാൻ പറ്റുള്ളൂ. അതെ, ആ നിങ്ങൾക്ക് എന്ത് ട്രിഗർ ആയെന്നുള്ള നമ്മൾ അറിയണ്ടത്. ഈ സാധനം എന്താ? അല്ലായിട്ട് അതിട്ട് ചോരെ. ഞാൻ പറഞ്ഞ എന്താന്നോ, ഇപ്പൊ ബ്രോന്റെ എനിക്ക് പക്ഷെ മനസ്സിലായില്ലേ? എക്സ്പീരിയൻസ് നമ്മള് ആവുമ്പോൾ നമുക്ക് ഈ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓവർ ട്രേഡ് എടുക്കില്ല നമ്മള് സിസ്റ്റം നോക്കോളൂ. അതെ, നമ്മൾ ഈ കൂടുതൽ ടൈം വെക്കുന്നോണ്ടുള്ള ഒരു വിഷയം എന്താന്നോ, ഞാൻ ഇവിടെ ഈ പറഞ്ഞ മുമ്പ് ഇവിടെ ഒരു ഞാൻ കാര്യം പറയാം, പറഞ്ഞു. ഞാനിപ്പോ 7 മണിക്കൂർ ചാറ്റിന് മുമ്പ് ഇരിക്കുന്നുണ്ട്. സാറേ, 5-6 ഞാനില്ലേ കൊല്ലായി ഫീൽഡില്. ആ ആ ആ അപ്പം ഫോറക്സ് നമുക്കൊരു നമുക്ക് 2 ഇയർ ആണ് ആവണുള്ളൂ. ആ
അപ്പോൾ സാറേ ഇന്നലെ കൂടുതൽ ടൈമുകൾ നമ്മളിങ്ങനെ പക്ഷെ സ്പെൻഡ് ഞാനിപ്പോഴും ചെയ്യുമ്പോൾ ഒരു 8 വിഷയം എന്ന് മണിക്കൂർ വെച്ചാൽ സ്പെൻഡ് ചെയ്താലും 2 ട്രേഡേ പെർ ഡേ എടുക്കുള്ളൂ. കൂടുതൽ ഞാൻ എടുക്കില്ല. ഓക്കെ, ബ്രോക്ക് ഇപ്പോൾ അതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഇങ്ങനെ ഒരു ഡെഡ് ലൈൻ വെക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു കീ ടൈമിൽ മാത്രം ആക്ട് ചെയ്യാൻ നോക്കും. കൂടുതൽ വൊളറ്റൈലിറ്റി അല്ലെങ്കിൽ കൂടുതൽ ലിക്വിഡിറ്റി വരുന്ന ടൈമിൽ മാത്രം ആക്ട് ചെയ്യാൻ നോക്കും. മനസ്സിലായോ? അല്ലാത്തതൊക്കെ നമ്മുടെ ഔട്ട് ഓഫ് സിസ്റ്റം ആണ്, നമ്മുടെ ഔട്ട് ഓഫ് പ്ലാൻ ആണ്. ഓക്കെ, അത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക. നമുക്ക് ഈ വരുന്ന ട്രേഡ്സ് എടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ 8 മണിക്കൂർ ചാർട്ടിന് മുമ്പിൽ ഇരുന്നാലും നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട്. ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് അതിൽ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾ അവിടെ ഓക്കെയാണ്. പക്ഷെ അതേസമയം ഒരു ബിഗിന്നർ സ്റ്റേജിലുള്ള ആൾക്കാർക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു 8 മണിക്കൂർ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ട്രേഡ് ഒരു ദിവസം ഉള്ളൂ എന്ന് വിചാരിക്കാം. നിങ്ങളെ പ്ലാൻ പ്രകാരം 2 ട്രേഡേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ആദ്യത്തെ ഒരു ട്രേഡ് ഒരു ലണ്ടൻ്റെ ഓപ്പണിങ്ങിൽ ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോൾ അല്ലെങ്കിൽ 12:30 എടുത്തു കഴിഞ്ഞു, അത് SL ആയി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അപ്പോൾ 1 മണിക്കൂറേ സമയം കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ സാധാരണ 8 മണിക്കൂർ ഇരിക്കാറുണ്ട്. ഇപ്പോൾ 7 മണിക്കൂറുടെ ലെഫ്റ്റാണ്. പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യുന്ന നോക്കും, ഈ SL അടിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ വരുന്നൊരു എന്താ പറയുക, ഒരു ഇമോഷൻ ഉണ്ട്. ആ പൈസ പോയല്ലോ എന്ന് പറയുന്ന ഒരു ഇമോഷൻ. അപ്പം നമുക്ക് നെക്സ്റ്റ് ട്രേഡ് വരുമ്പം നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ മൈൻഡ് അതിനനുസരിച്ച് റൺ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പതിയെ പതിയെ ആ റൂൾസ് നിന്നൊക്കെ വിട്ടു പോകാൻ തുടങ്ങും. ഈ ഒരു വിഷയം കോമൺ ആയിട്ട് കാണുന്നതാണ്. എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവാം, ഇല്ല എന്നല്ല. അപ്പം ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം മാക്സിമം കുറക്കുക. അതന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് പോലുള്ള കീ ടൈമിലേക്ക് മാത്രം ആക്കി വെക്കുക. ഓക്കെ, ഇപ്പൊ ലണ്ടന്റെ ആ ഒരു 2 മണിക്കൂർ ഇരിക്കുന്നു ഓപ്പണിങ്ങിന്റെ, അതേപോലെ ന്യൂയോർക്കിന്റെ 2 മണിക്കൂർ ഇരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരു ട്രേഡ് കിട്ടി, ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് കിട്ടി, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ അത് അതിന്റെ റിസൾട്ട് ആൾക്കാർ കാണും അല്ലേ, ബാക്കിയുള്ളവർ വീട്ടുകാരെയും ഒക്കെ അറിയും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പഠിച്ച് പാസ്സാവാൻ നോക്കുന്നത്. അതാരും വാല്യൂ ചെയ്യാനോ വാലിഡേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ നമ്മൾ അത്രക്ക് ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കൂല. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ടൈം ആക്കുക. 4 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ, അങ്ങനെ ടൈം ലിമിറ്റ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ടൈം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പ്രോപ്പർ സെറ്റപ്പ് വരുന്ന സമയത്ത് അലേർട്ട് ഇട്ട് വെക്കുക, അവിടെ ഏരിയയിൽ കൺഫർമേഷൻ വന്നാൽ ട്രേഡ് എടുക്കാം. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? ഓക്കെ, പിന്നെ ക്ലിയർ ആണോ? വോയിസ് പോയോ? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ 1 സെഷൻ പറഞ്ഞു, 1 to മാക്സിമം ഓഫ് 3 pairs. ഓക്കെ, ഇത് ഞാൻ 2 എന്നാണ് ഞാൻ പറയാ, എന്നാലും നിങ്ങൾക്ക് 3 pairs വരെ നോക്കാം. അതായത് ഏതൊക്കെ പെയറുകളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇപ്പം അനലൈസ് ചെയ്ത് തുടങ്ങിയ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ നോക്കുന്ന പേഴ്സ് ഏതൊക്കെ? യൂറോ USD പിന്നെ ഗോൾഡ്, പിന്നെ GBP GBP, പിന്നെ അത് രണ്ടേ നോക്കുന്നുള്ളൂ. അതെ. നമ്മൾ ഈ ഒരു കാര്യം, അതായത് നിങ്ങളിപ്പം ഒരിപ്പം യൂറോസ്റ്റിയിൽ ട്രേഡ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ GBPയിൽ ട്രേഡ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 2 പേരാണെങ്കിൽ ആ 2 പേർ മാത്രം ഫോക്കസ് ചെയ്യാം. നിങ്ങൾ വേറെയുള്ള പേഴ്സിലേക്ക് ചാടി കളിക്കാതിരിക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ യൂറോസ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല, ലെവൽ കിട്ടുന്നില്ല, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നില്ല. അപ്പം നിങ്ങൾ ചിലപ്പോൾ എന്ത് എന്നാൽ പിന്നെ USD പെയർ ഏതെങ്കിലും നോക്കാന്ന് വെച്ചാൽ USD CAD അല്ലെങ്കിൽ USD JPY അല്ലെങ്കിൽ NSD USD, നിങ്ങൾക്ക് മുമ്പ് ട്രേഡ് ചെയ്ത് പരിചയമില്ലാത്ത സെറ്റപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കും, ട്രൈ ചെയ്യാൻ നോക്കും. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ഒരു വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു അസറ്റുമായിട്ട് വലിയ പരിചയമില്ല. നിങ്ങൾക്ക് ആ ഒരു അസറ്റ് വലിയ പരിചയമില്ലാത്ത സമയത്ത് തന്നെ ചിലപ്പം ആ ഒരു അസറ്റിൽ വരുന്ന മൂവ്മെന്റ്സോ അല്ലെങ്കിൽ ചിലപ്പം USD പോലെ ആവില്ല ആ ഒരു അസറ്റ് മൂവ് ചെയ്യുക. ചിലപ്പോൾ അതിനേക്കാൾ ഇമ്പൾസീവ് ആയിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വാട്ട് എവർ, ആ ഒരു അസറ്റുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് പരിചയമുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്കിപ്പോൾ USD മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവും ഈ അടുത്ത കീ ലെവൽ എവിടെയാണുള്ളത്, അടുത്ത പോയിന്റ് എവിടെയാണുള്ളത് എന്നുള്ള കറക്റ്റ് ഒരു ഓർമ്മ ഉണ്ടാവും, കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ. അയാൾക്ക് ചിലപ്പോൾ ചാർട്ടൊന്നും ഓപ്പൺ ആക്കേണ്ടി വരില്ല. ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്നലത്തെ ഇവിടെ ആയിരുന്നല്ലോ ലെവല്, ഇന്ന് അങ്ങനെ നോക്കിയാണ്ട് തന്നെ അയാൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും.
ഓക്കെ, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഒരു പെയർ അല്ലെങ്കിൽ 2 പെയർ മാക്സിമം പോയാൽ 3 പെയർ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ കൂടുതൽ പെയേഴ്സിനെ നോക്കേണ്ട കാര്യമില്ല. കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള, കൂടുതൽ വൊളറ്റിലിറ്റി ഉള്ള 1-2 പെയർ മാത്രം എടുക്കുക. അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അതിൽ ട്രേഡ് വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. അത് നിങ്ങളുടെ സിസ്റ്റം പ്രകാരമുള്ള ട്രേഡ് ആണെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വണ്ണാണ് ട്രേഡ് പെർ ഡേ. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതിലൊരു റൂൾ സെറ്റ് ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം 2 ട്രേഡ് എടുക്കുള്ളൂ. ഓക്കെ, ഒരു ദിവസം നിങ്ങൾ 2 ട്രേഡ് എടുക്കുള്ളൂ. ആ 2 ട്രേഡിൽ ഇപ്പോൾ ഫസ്റ്റ് ട്രേഡ് TP ആയി എന്ന് വെച്ചോ. ഫസ്റ്റ് ട്രേഡ് TP ആയി കഴിഞ്ഞാൽ ഡൺ, നിങ്ങൾ ട്രേഡിങ് നിർത്തുക. അന്നത്തെ ദിവസം ട്രേഡിങ് നിർത്തുക. ഇനി ഫസ്റ്റ് ട്രേഡ് നിങ്ങൾക്ക് SL അടിച്ചാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ട്രേഡിലേക്ക് പോവുക. ഓക്കെ, ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇപ്പം ചിലർക്ക് ഇപ്പം വേറെ രീതിയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ചിലർ പറയും ഫസ്റ്റ് ട്രേഡ് നമുക്ക് SL ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ട്രേഡ് എന്ത് ചെയ്യാം, ഇപ്പം 1% ആണ് ഫസ്റ്റ് ട്രേഡ് നമ്മൾ റിസ്ക് ചെയ്തത്. ഓക്കെ, അതായത് ഒരു $50 നമ്മളിവിടെ റിസ്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ട്രേഡ് $25 മാത്രം വെച്ചിട്ട് റിസ്ക് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. ഇത് തന്നെ ഫോളോ ചെയ്യണം എന്നല്ല, നിങ്ങൾ മാക്സിമം ഒരു ദിവസം 2 ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ട്രേഡ് എടുത്ത് അത് TP ആയി കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് രാവിലെ തന്നെ ഒരു ട്രേഡ് കിട്ടി, നിങ്ങൾ 1:3 അല്ലെങ്കിൽ 1:2 നിങ്ങൾക്ക് TP ആയി, അവിടെ നിങ്ങൾ ട്രേഡിങ് നിർത്തുക. അന്നത്തെ ദിവസത്തേക്ക് അവിടെ ക്ലോസ് ചെയ്യുക. കാരണം അടുത്തൊരു ട്രേഡ് എടുത്ത് SL ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഫസ്റ്റ് ട്രേഡ് നമ്മൾ 1:2 എടുത്ത് അത് TP ആയി, അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടി, 2 hour കിട്ടി. സെക്കൻഡ് ട്രേഡ് നിങ്ങൾക്ക് 1:2 തന്നെ എടുത്തു, അത് SL ആയി -1 ആയി. ഓക്കെ, അപ്പം നിങ്ങളുടെ ടോട്ടൽ RR എന്ന് പറയുന്നത് എത്ര ആ ദിവസം, 1 hour ആയിരിക്കും അല്ലേ. നിങ്ങളുടെ അക്കൗണ്ടിന്റെ 1% ആയിരിക്കും അപ്പായി ഉണ്ടാവുക. ഇവിടെ 2% അപ്പായിട്ടുണ്ടായിരുന്നു. അടുത്ത ട്രേഡ് SL ആയതുകൊണ്ട് 1% ഡൗൺ ആയി. അപ്പം ഓവറോൾ 1% മാത്രമേ അപ്പായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്തു പറയും, നേരത്തെ 2% 2 hour ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 1 hourലേക്ക് ചുരുങ്ങി. ഇങ്ങനെ ഒരു ഇമോഷൻ അവിടെ വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യുക. എന്തിലേക്ക്, മാക്സിമം ഇത്ര ട്രേഡ്, ഫസ്റ്റ് ട്രേഡ് എടുത്ത TP ആയി കഴിഞ്ഞാൽ ഡൺ. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ ആ ഒരു പ്ലാന് ഫോളോ ചെയ്യുക. ഓക്കെ, ഒരു സിസ്റ്റം മതി. വോയിസ് കട്ടായോ? ഹലോ ഹലോ, ഇപ്പൊ ക്ലിയർ ഓക്കെയാണ്. അല്ലേ? ക്ലിയർ. ഇപ്പൊ ക്ലിയർ ആയി. ഓഡിയോ കട്ടായി പോയിരുന്നു. ഓക്കെ, കുറച്ച് മുന്നേ കട്ടായി. ഓക്കെ, അതായത് ഇത് പറഞ്ഞത് മനസ്സിലായോ? ഈ ഒരു ട്രേഡ് മതി എന്ന് പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അതെ ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കണം. ആ പ്ലാൻ ഇതാണ്. ഈ പ്ലാൻ നമ്മൾ ബിൽഡ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാ? ഡിസിപ്ലിൻ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡിസിപ്ലിൻ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രോഫിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അക്കൗണ്ട് പാസ് ചെയ്യാൻ, നിങ്ങൾക്ക് കൂടുതൽ മണി ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക, ഇവിടെ U വേഴ്സസ് U ആണ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞേ? അതെ ഓക്കെ, അപ്പം മിസ്റ്റേക്സ് മാർക്കറ്റിൽ വരും. മിസ്റ്റേക്സ് നമ്മൾ എടുക്കുന്ന മിസ്റ്റേക്സും കാര്യങ്ങളിലൊക്കെ വരും. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയമാവില്ല. അപ്പോൾ റിസ്ക് മാനേജ്മെന്റിന്റെ കാര്യം എന്താണെന്നും കൂടി ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യം പറഞ്ഞത് മനസ്സിലായോ? ഈ ഒരു പ്ലാന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഇതിന് പറയാമോ സാറേ അത്? ഏതാ ഈ പ്ലാൻ ആണോ? ആ പേര് മാത്രം വായിച്ചാൽ മതി. ഏത് വൺ ട്രേഡ് പ്ലാൻ? അതായത് നമുക്ക് ഒരു സിസ്റ്റം വേണം, 1 ട്രേഡ് സിസ്റ്റം വേണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, SMC ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ CRT or ICT എന്നുള്ള ആ ഒരു പ്രോ ലെവലിലേക്ക് ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ട്രേഡിംഗ് സെഷൻ, ഒരു 4 മണിക്കൂറാണെങ്കിൽ 4 മണിക്കൂർ, അല്ലെങ്കിൽ 2 hours ആണെങ്കിൽ 2 hours എന്നുള്ള ആ ഒരു ടൈമിലേക്ക് നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം 1 അല്ലെങ്കിൽ
രണ്ട്, മാക്സിമം പോയ 3 പേഴ്സ് മാത്രം നോക്കുക. ഇപ്പം ബ്രൂസ്ലിന്റെ ഒരു കോട്ടൊക്കെ ഉണ്ട് അല്ലേ, നമുക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവും. ലൈക്ക് ഒരു അടവ് 1000 തവണ പരിശീലിച്ച ആളാണ് അയാൾ കൂടുതൽ പേടിക്കുന്നതെന്നുള്ളൊരു ഡയലോഗ്, ഒരു കോട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതായത് ഒരേ പെയർ തന്നെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഒരു പരിചയമായി അല്ലേ. ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ വീട്ടിലേക്കുള്ള വഴി സിമ്പിളായിട്ട് നമുക്ക് കാണാപാഠം അറിയാമെന്ന് പറഞ്ഞ പോലെ, അതേപോലെ ആവും നമുക്ക് ഒരു പെയർ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ. ഒരു ചിലപ്പോൾ കാര്യം നമുക്കൊരു ചോദിച്ചോട്ടെ? ദിവസം ട്രേഡ് കിട്ടാതെ ഹലോ, വരും. ബട്ട് ആ പറ ബ്രോ. ഇപ്പൊ നമ്മള് ട്രേഡ് എടുത്ത് ട്രേഡ് പുഷ് ചെയ്ത് ടി ഉം. പി എത്തുന്നതിന് മുമ്പ് സെഷൻ ടൈം കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ട്രേഡ് കീപ്പ് ഹോൾഡ് ചെയ്യണോ അതോ ക്ലോസ് ചെയ്യണോ? നമ്മൾ നമ്മൾ അവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിന് നമ്മൾ ആദ്യം നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആണോ, ആ മാർക്കറ്റിന് മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് തിങ് നമ്മൾ അതാണ് ചെക്ക് ചെയ്യേണ്ടത്, അനാലിസിസ്. അത് ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മളെ റിസ്ക് മാനേജ്മെന്റ് ആണ്, അഥവാ ഡിസിപ്ലിൻ. റിസ്ക് മാനേജ്മെന്റ് പ്ലസ് ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തത്, ട്രേഡ് പുഷ് ചെയ്തത്, ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ സെഷനിലാണോ, ഓക്കെ. ഓക്കെ, നമ്മുടെ പെയറിലാണോ, ഇത് കാര്യങ്ങൾ നോക്കുന്നു. ആൻഡ് ദെൻ നമ്മൾ ഈ ഒരു ട്രേഡിൽ എത്ര പെർസെൻറ്റേജ് റിസ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, 1% ആണോ അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ 50% ആണോ എന്നുള്ള കാര്യം. ഓക്കെ ഓക്കെ, ഈ നമ്മുടെ പ്രോഫിറ്റ് ലെവലും നമ്മൾ നോക്കണം, SL ലെവലും നമ്മൾ നോക്കണം. ഓക്കെ, ഇത് രണ്ടും അവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡ് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഹോൾഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ, നമുക്ക് ഓക്കെ. ഇത്രേ വേണ്ടുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഇത്രേ വേണ്ടുള്ളൂ, എയ്തർ SL ഓർ TP. ഓക്കെ, ഇതേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. SL ആയാലും നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താ, നമ്മൾ പ്രോപ്പർ ആയിട്ട് റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ് അങ്ങനെ ഹോൾഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഓക്കെ, ആക്ച്വലി റിസ്ക് മാനേജ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിസ്ക് മാനേജ്മെന്റാ. ഈ റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള ആ ഓക്കെ, വോയിസ് കിട്ടുന്നില്ലേ? ആ ഓക്കെ, റിസ്ക് മാനേജ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 ട്രേഡ്, ഓക്കെ, ഇന്നേറോ, അതായത് ഒറ്റ സ്ട്രെച്ചിൽ 10 ട്രേഡുകൾ എടുത്ത്, അതായത് 10 ദിവസം 10 ട്രേഡ്, ഓരോരോ ട്രേഡ്, അങ്ങനെ 10 ട്രേഡ്സ് എടുത്ത് ആ 10 ട്രേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോസ് ആവാം. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ട്രേഡിൽ SL, സെക്കൻഡ് ട്രേഡിൽ SL, ഇങ്ങനെ 10 ട്രേഡും ലോസ് ആവാം, അതിലൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ എന്ത് സംഭവിക്കരുത്, ഒരു ട്രേഡിന്ന്, ഇപ്പൊ ഈ 10 ട്രേഡ് എന്ന് പറഞ്ഞ ഓരോ ട്രേഡിലും നിങ്ങൾ 1%, ആ വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യും ബ്രോ. ഓക്കെ, 1%-ൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ലോസ് ഉണ്ടാവാൻ ചെയ്യാൻ പാടില്ല. പാടില്ല. ഓക്കെ. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ ഒരു 100 ട്രേഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വന്നാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, 1% ആണ് റിസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 ട്രേഡ്സ് കണ്ടിന്യൂസ് ലോസ് വന്നാൽ മാത്രമേ ഇവിടെ എന്ത് സംഭവിക്കുള്ളൂ, നമ്മുടെ അക്കൗണ്ട് വൈപ്പ് ആവുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ട്രേഡും നിങ്ങൾ ലോസ് ആയിക്കോ, നിങ്ങൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയിക്കോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക, ഒരു ട്രേഡിന്ന്, ഓരോ ട്രേഡിന്നും ലോസ് ആവണത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിന്റെ 1% മാത്രമേ ലോസ് ആവാവൂ. ഓക്കെ, അതിൽ കൂടുതൽ ലോസ് നിങ്ങൾ അവിടെ വരുത്തരുത്. ഓക്കെ, ഇതെന്തുകൊണ്ടാ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഒരു RR അഥവാ ഇപ്പൊ ഈ പറയുന്ന 1:2 അല്ലെങ്കിൽ 1:3, നിങ്ങൾ ഏതാണ് ഫോളോ ചെയ്യുന്നത്? 1:2 ആണോ അല്ലെങ്കിൽ 1:3 ആണോ? 1:2. 1:2. 1:2. ഓക്കെ, നിങ്ങൾക്കൊരു 1:2 RR ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% വിൻ റേറ്റ് മതി. ഓക്കെ, 50% വിൻ റേറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്താവും, നിങ്ങൾ പ്രോഫിറ്റബിൾ ആവും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് അല്ലേ. കാരണം നിങ്ങളിപ്പോൾ ഒരു 10 ട്രേഡ് എടുത്തു, 1:2 50% വിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 5 ലോസ് വരും, 5 വിന്ന് വരും അല്ലേ. 5 ലോസ് 5 വിന്ന്. 5 ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര RR ആയി? 5. -5% അല്ലേ.
കാരണം അതെ. നിങ്ങൾ അക്കൗണ്ടിന്റെ 1% ആണ് റിസ്ക് ചെയ്യണേ. ഓക്കെ, 5 വിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയായി? 10. 10% അപ്പായി. ഓക്കെ, അപ്പോൾ ഓവറോൾ 10% അപ്പായി, അതിൽ നിന്ന് 5% ലോസ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ നിങ്ങൾ എത്ര പ്രോഫിറ്റബിൾ ആയിരിക്കും? 5%. 5% പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, ഈ സംഭവം എപ്പോഴേ സംഭവിക്കുള്ളൂ? ഓരോ ട്രേഡിലും 1% മാത്രം ലോസ് ആയ മാത്രമല്ലേ സംഭവിക്കുള്ളൂ, അല്ലേ? ഹലോ അതെ. ഹലോ, നിങ്ങൾ അതെ അതെ. 5 ലോസ് വന്നിലും 5 ലോസ് വന്നതിലും 1% മാത്രം ലോസ് ആയാലേ ഇങ്ങനെ സംഭവിക്കുള്ളൂ. മറിച്ച് നിങ്ങൾ ഒരു ട്രേഡ് എടുത്ത് അതിൽ 1%, അടുത്ത ട്രേഡിൽ നിങ്ങൾ 2% റിസ്ക് ചെയ്ത്, ഈ മാത്തമാറ്റിക്സ് അവിടെ വർക്കാവോ? ഇല്ല വർക്കാവും. ഇല്ല. ഇങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾ എന്ത് പറയാ, ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യണില്ല, പുതിയ സാധനം പഠിക്കണം. പിന്നെ നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് പോകും, പുതിയ പാറ്റേൺ കണ്ടെത്താൻ നോക്കും. അതും നിങ്ങൾ ഫസ്റ്റ് ഒക്കെ കറക്റ്റ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യും, കറക്റ്റ് റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്യും. ഒന്ന് പമ്പായി എന്നത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ റിസ്ക് മാനേജ്മെന്റും ആ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾ കൂടുതൽ റിസ്ക് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ? നമുക്ക് അവിടെ ഗ്രീഡ് വന്നു, നമുക്കവിടെ ആർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം എന്നൊക്കെ പറയാം, അത് വന്നു. കൂടുതൽ പൈസ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം വന്നു. ഓക്കെ, നിങ്ങൾ ഡിസിപ്ലിൻ എന്നുള്ള കാര്യം പറ്റ മറന്നു, നിങ്ങൾ നിങ്ങളുടെ റൂളുകൾ മറന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്തായി? അവസാനം ലോസ് എന്നുള്ള വലിയൊരു പാർട്ടിലേക്ക്, നിങ്ങൾക്ക് എത്തിപ്പെടാൻ ഇഷ്ടമില്ലാത്ത ഒരു ഏരിയയിലേക്ക് നിങ്ങൾ എത്തും. വീണ്ടും ലോസായി, വീണ്ടും പുതിയ സ്ട്രാറ്റജി പഠിക്കും, പുതിയ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യും, വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ആക്ച്വലി നല്ലൊരു സെറ്റപ്പ് വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? റിസ്ക് മാനേജ്മെന്റ് പ്ലസ് ഡിസിപ്ലിൻ. ഓക്കെ, ഇനിയിപ്പോൾ ഈ 1:3 കേസും കൂടി ഞാൻ പറഞ്ഞുതരാം. 1:3 ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 30% അല്ലെങ്കിൽ 33% വിൻ റേറ്റ് മതി. ഓക്കെ, അതായത് 10 ട്രേഡ് എടുത്തു. ഓക്കെ, അതിൽ നിങ്ങൾക്ക് 3 ലോസ്, സോറി 3 വിന്ന്. ഓക്കെ, 7 ലോസ്. ഓക്കെ, 3 വിന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എത്ര പെർസെൻറ്റേജാ അപ്പാവുക? 9. 9% അപ്പാവും അല്ലേ? 7 ലോസ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ഡൗൺ ആവും? 7% അല്ലേ? ഓവറോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ് അപ്പാണ്? 2%. 2%. അപ്പോൾ 10 ട്രേഡ് എടുത്താൽ നിങ്ങൾ 3 മാത്രം അവിടെ വിന്നായാൽ മതി. എങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പ്രോഫിറ്റ് ടാർഗറ്റ് വെക്കുമ്പം, ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു സെല്ല് എടുത്തെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ സെല്ല് എടുത്തിട്ടുണ്ട്. ആ സെല്ല് എടുക്കുമ്പം നമ്മൾ ആ ഒരു ട്രേഡ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നോക്കുക. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ SL വരിക. ഓക്കെ, താഴേക്ക് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ട്രേഡിൽ എനിക്ക് 1:2 പോയിന്റ് എത്ര കിട്ടുന്നുള്ളൂ? 9.8. 1:3 ഇല്ല, അപ്പം ഞാൻ SL 1:3 അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതൊരിക്കലും TP ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ SL അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, 1:3 ഇവിടെ ട്രേഡ് എനിക്ക് എന്തുണ്ട്? ഈ ഒരു ഏരിയയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ട്രേഡ് സിമ്പിളായിട്ട് പുഷ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ SL വരുന്നത് എന്ന് പറഞ്ഞാൽ മിനിമം നമ്മൾ SL ഇവിടെങ്കിലും വെക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, TP ഇവിടെ വരെ വരുള്ളൂ. ഓക്കെ, TP ഏരിയ ഇവിടെ വരെ വരുള്ളൂ. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് നോക്കുമ്പോൾ എനിക്ക് എത്ര പെർസെൻറ്റേജേ ഉള്ളൂ? റിസ്ക് റിവാർഡ് റേഷ്യോ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. എൻ്റെ പ്ലാന് പ്രകാരം എനിക്ക് എത്ര കിട്ടണം? 3 കിട്ടണം അല്ലേ? അപ്പോൾ ഞാൻ ഈ ട്രേഡ് എടുക്കാൻ പാടുണ്ടോ ഇല്ലേ? ഇല്ല. അപ്പോൾ ഈ റൂളുകൾ നമ്മൾ സെറ്റ് ചെയ്യണത് റിസ്ക് റിവാർഡിന്റെ ബേസിസിലും കൂടിയാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ ആം ഗ്യാരണ്ടി യു നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ട് ഓരോ വീക്ക് അല്ലെങ്കിൽ മന്ത് എൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് ആയിരിക്കണം അവിടെ മാനേജ് ചെയ്യേണ്ടത്. ഒരിക്കലും ഓവർ റിസ്ക് ചെയ്യരുത്. 1% ആണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ നിങ്ങൾ റിസ്ക് ചെയ്യരുത്. ഓക്കെ, 2% ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ റിസ്ക് റിവാർഡ്, അല്ലെങ്കിൽ 1:2 ആണെന്നുണ്ടെങ്കിൽ 2 ആവാതെ നിങ്ങൾ ആ ട്രേഡ് ക്ലോസ് ചെയ്യരുത്. അത് നിങ്ങൾ വരുത്തുന്ന അടുത്തൊരു മിസ്റ്റേക്കാണ്. ഇപ്പം
ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ബൈ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, എൻ്റെ SL ഇവിടെയാണ്, എൻ്റെ TP ഏരിയ ഈ ഒരു ഹൈ ആണ്. ഓക്കെ, എൻ്റെ TP ഏരിയ ഈ ഒരു ഹൈ ആണ്. ഓക്കെ, ഇവിടെ എത്തുമ്പോഴേ എനിക്ക് വേണ്ട 1:3 1:3 ആയോ? ഓക്കെ, ഇവിടെയാണ് SL വിചാരിക്കാം. ഓക്കെ, ഇവിടെ എത്തുമ്പോഴേ എനിക്ക് 1:3 ആവുള്ളൂ. ഓക്കെ, ഞാൻ ഈ ഒരു ട്രേഡ് ഇവിടെ എടുത്തിട്ടുണ്ട്, എൻ്റെ SL ഏരിയ ഇവിടെയാണ്, എനിക്ക് ഇവിടെയാണ് എൻ്റെ ടാർഗറ്റ് ഉള്ളത്, ഈ ഒരു ഏരിയ ആണ് എൻ്റെ ടാർഗറ്റ് ഉള്ളത്. ഓക്കെ, അപ്പം ഇവിടെ എത്തുമ്പോഴേ എനിക്ക് എന്താവുള്ളൂ? 1:3 ആവുള്ളൂ, ടാർഗറ്റ് ഇവിടെയാണുള്ളത്. ഓക്കെ, ഇത് ഓക്കെയാണോ പറഞ്ഞത്? ഓക്കെ, അതെ. അപ്പം നിങ്ങൾ ഇത്രയും മൂവ് ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ 1:2 ഒക്കെ എത്തി കഴിഞ്ഞു. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇപ്പം തിരിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇറങ്ങി വരുന്നുണ്ട് അല്ലേ? മാർക്കറ്റ് ഇവിടെ മൂവ് ചെയ്താണ്ട് ഇങ്ങോട്ടേക്ക് എന്ത് വരുന്നുണ്ട്? ഇറങ്ങി വരുന്നുണ്ട്. കണ്ടോ, മാർക്കറ്റ് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. ഓക്കെ, അതെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെ പോയിട്ട് ബുക്ക് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു 3% ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എത്താതെ നിങ്ങളെ ട്രേഡ് ക്ലോസ് ചെയ്യണ്ട. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്നുകിൽ ഈ ഒരു എയ്തർ TP ഓർ SL എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യുക. ഒന്നുകിൽ TP അടിക്കുക, TP അടിക്കുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് തന്നെ വേണം? 3% അല്ലെങ്കിൽ 2% എനിക്ക് കിട്ടണം. ഓക്കെ, SL വരികയാണെങ്കിൽ മാക്സിമം എത്ര വരാവൂ? 1% മാത്രമേ വരാവൂ. ഓക്കെ, ഈ ഒരു റിസ്ക്, ഈ ഒരു മാനേജ്മെന്റ് നിങ്ങളവിടെ നടത്തുക. ഓക്കെ, ഇങ്ങനെ നടത്തി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് റിസ്ക് മാനേജ്മെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. മനസ്സിലായോ പറഞ്ഞത്? അതെ. അതെ. ഓക്കെ, അപ്പോൾ മിസ്റ്റേക്സ് മാർക്കറ്റിൽ നമ്മൾ വരുത്തും. നമ്മളൊക്കെ ബിഗിന്നേഴ്സ് ആണ്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ അവിടെ നിങ്ങളെ സേഫ് ആക്കാനുള്ള, അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള, സേവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്: പ്രോപ്പർ ഡിസിപ്ലിൻ ആൻഡ് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണിത്. ഓക്കെ, ഒരു ഡൗട്ട് ഇതില്ലാതെയാണ്. ചോദിക്കട്ടെ? ആ, ചോദിച്ചു ബ്രോ. നമുക്കിപ്പം 1:2 അല്ലെ 1:3 ടാർജറ്റിനെ സ്റ്റോപ്പ് ലോസിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മളിപ്പം നിശ്ചയിക്കുന്നത്? ഇപ്പൊ വേണോ വേണ്ടായോ? ചില ആൾക്കാർ 1:2 ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ 1:3 ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് 1:2 വേണോ 1:3? അത് നമ്മളാണ് ഫിക്സ് ചെയ്യേണ്ടത് ബ്രോ. കാരണം ഇപ്പോൾ ബ്രോ ഒരു കൺസർവേറ്റീവ് ട്രേഡർ ആണ്, അല്ലെങ്കിൽ പിന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ബ്രോ ഓരോ ട്രേഡ്സും നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ബ്രോക്ക് ഈ 1:2 എടുത്താൽ മതി. കാരണം നിങ്ങൾക്ക് അവിടെ 5 ട്രേഡ് വരെ ലോസ് ആവാം. എന്നാലും നിങ്ങൾക്ക് ഈ 5 ട്രേഡ് വരെ ലോസ് ആയാലേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും ഓവറോൾ. അപ്പം നിങ്ങൾ കുറച്ചും കൂടി ഓവർ ട്രേഡ് എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഓവർ ട്രേഡ് മീൻസ് കൂടുതൽ കോൺഫ്ലുവൻസ് ഒക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ മറ്റേനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ലൂസായിട്ട് ട്രേഡ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1:3 ഫോക്കസ് ചെയ്യാം. കാരണം എന്താ, നിങ്ങൾക്ക് 7 ട്രേഡ് ലോസ് ആയാലും 3 വിന്ന് കിട്ടിയാൽ മതി. മനസ്സിലായോ? അപ്പം നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചാവണം. കാരണം കംപ്ലീറ്റ്ലി എല്ലാവരും ഡിഫറെൻ്റ് അല്ലേ. അപ്പം ഞാൻ ഡിഫറെൻ്റ് ആണ്, ബ്രോ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ട്രേഡ് എടുക്കേണ്ട നമ്മുടെ ആ മൈൻഡ് സെറ്റ്, നമ്മുടെ മൈൻഡിന് എത്രത്തോളം കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള അടിസ്ഥാനമാക്കിയിട്ടാണ്. പക്ഷേ എല്ലാവരും പറയുന്ന, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒന്നുകിൽ 1:2 സ്റ്റിക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ 1:3 സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇനിയിപ്പോൾ ഇതാണെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് ഇത് സ്റ്റിക്ക് ഓൺ ചെയ്താൽ. ഓക്കെ, അല്ല, നമ്മളിപ്പോ ഒരു ട്രേഡ് എടുത്ത് 1:2 ഒരു ട്രേഡ് എടുത്ത് ഇപ്പോ നമ്മള് 2 പ്രോഫിറ്റ് ആയി. അപ്പൊ നമുക്ക് മാർക്കറ്റ് നോക്കുമ്പോ ഒന്നും കൂടി മേലേക്ക് പോവാനുള്ള ഒരു അതെ, മുകളിൽ തന്നെ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ട്രേഡ് ഇപ്പോൾ ഇവിടെയായിരുന്നു എൻ്റെ ട്രേഡിൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചു, ഈ ഒരു ഹൈ. ഓക്കെ, ഇപ്പം മാർക്കറ്റ് അവിടെ എത്തി. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും കുറച്ച് PD ഉണ്ട്, മാർക്കറ്റ് ഇവിടെ വരെ വരാം. ഓക്കെ, ഒന്നും കൂടി മേലേക്ക് മേലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ട്രേഡ് ഫോളോ ചെയ്യണോ, അതല്ല നമ്മൾ ബ്രേക്ക് ഈവൻ ആക്കണോ, അതല്ല നമ്മളിവിടെ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ്, എങ്ങനെ, ഈ ഒരു ഡൗട്ടായിരിക്കും അല്ലേ? അതെ, അന്നേരം നമ്മള് 90% ക്ലോസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ്
SL മേലേക്ക് കൊണ്ടുപോകാൻ പോരാ? ആക്ച്വലി അങ്ങനെ ചെയ്യാം, ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിഷയം എന്താണെന്നോ, നിങ്ങൾ 90% ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 1:3 ഫോളോ ചെയ്തിട്ടുള്ള ഈ വിൻ റേറ്റ് പ്രകാരമുള്ള ഈ മാത്തമാറ്റിക്സ് അവിടെ അപ്പോഴും വർക്കാവില്ല. ആ. കാരണം നിങ്ങൾ അവിടെ ചിലപ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 1:2.75 അല്ലെങ്കിൽ 1:2.5 ഈ ഒരു വിൻ റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക. ഈ ഒരു റിസ്ക് റിവാർഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. 1:3 കിട്ടൂല. മനസ്സിലായോ? അപ്പം ആ. ഇങ്ങനെയുള്ള ഞാൻ റെക്കമെൻഡ് ചെയ്യൂല, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിന് തെറ്റാണ് എന്നല്ല, നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ഓക്കെ, പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്തു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം 1:3 ഇവിടെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഒന്നും ബുക്ക് ചെയ്തില്ല, മറിച്ച് മാർക്കറ്റ് തിരിച്ചു വന്നു, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എൻട്രി എടുത്ത ഏരിയയിലേക്കൊന്നും മാറ്റിയില്ല, അഥവാ ബ്രേക്ക് ഈവൻ ആക്കിയില്ല, മാർക്കറ്റ് തിരിച്ചിറങ്ങി SL ആയി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു കാര്യം അവിടെ ഉണ്ടാവും, അല്ലേ? എനിക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു, ഇത്രയും മാർക്കറ്റ് വന്നതാണ്, അല്ലേ? ഇത്രയും മാർക്കറ്റ് വന്നതാണ്, എനിക്ക് അവിടെ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടാവും. ശരിയല്ലേ? ആ, അതെ. അതെ. പക്ഷേ നിങ്ങളൊരു കാര്യം അപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ റൂളാണ് അവിടെ ഫോളോ ചെയ്തത്. ആ ഒരു കാര്യം നമ്മൾ അവിടെ ആലോചിക്കൂല. അതാണ് ഏറ്റവും വലിയ വിഷയം. ഞാനിവിടെ റൂള് ഫോളോ ചെയ്തോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കാനേ പോവില്ല. നിങ്ങൾ എന്തേ ആലോചിക്കുള്ളൂ? എനിക്കിവിടെ ഈ നമ്പർ ഇത്രയും പൈസ വന്നത് പോയല്ലോ എന്നുള്ള കാര്യം മാത്രമേ നിങ്ങൾ ആലോചിക്കുള്ളൂ. അങ്ങനെ ആലോചിച്ചിരുന്നാൽ എന്താണ് വിഷയം? അടുത്തൊരു ട്രേഡ് ഫോക്കസ് ചെയ്യാൻ നോക്കും, അടുത്ത ട്രേഡ് ഇമോഷൻ വെറുതെ വരും. ഇല്ലാത്ത ഇമോഷൻ ട്രിഗർ ആവാൻ തുടങ്ങും. ഓക്കെ, ഇമോഷൻ ട്രിഗർ ആയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. 10ൽ 3 ട്രേഡ് മാത്രം വിൻ ചെയ്താൽ വരെ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. അതും അക്കൗണ്ടിന്റെ 2% അപ്പ് ആവാൻ പറ്റും. മനസ്സിലായോ? 2% നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മാത്തമാറ്റിക്സ്, പ്രൂവൺ മാത്തമാറ്റിക്സ് അവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഉള്ള ഫോക്കസ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അതായത് ഞാൻ ഈ ഒരു SL സെറ്റ് ചെയ്തിട്ടില്ലേ? ഓക്കെ, ഈ SL സെറ്റ് ചെയ്തത് കറക്റ്റ് ഏരിയയിലാണോ? ഇത് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഞാൻ ഈ SL സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടോ? അത് നിങ്ങൾ ചെയ്യുന്ന അടുത്തൊരു മിസ്റ്റേക്ക് ആവും. അതായത് ഇപ്പൊ ഞാൻ ഇവിടെയാണ് ഈ ഒരു ആരാണത്? പേടിപ്പിക്കല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് നിങ്ങൾ ട്രേഡ് എടുത്തത് താഴേക്ക്. ഓക്കെ, നിങ്ങൾ ആദ്യം SL വെച്ചത് ഇവിടെ ആയിരുന്നു, ഇവിടെ. ഓക്കെ, നിങ്ങൾ ഈ ഒരു FEGന്ന് ട്രേഡ് എടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇവിടെ വന്നപ്പം നിങ്ങൾ ആദ്യം ട്രേഡ് എടുത്തു, നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഓക്കെ, സോറി, ടാർഗറ്റ് ഇവിടെ കുറച്ച് താഴെയാണ്. നിങ്ങൾ ആദ്യം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ മാർക്കറ്റ് ഇവിടേക്ക് ഇങ്ങനെ പതിയെ പതിയെ വരുന്ന കണ്ടപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇവിടെ ഒരു PD മാർക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുമ്പം മാർക്കറ്റ് ഇവിടേക്ക് വന്നു. യെസ്, അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഈ SL എടുത്തിട്ട് ഇവിടെ PD ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പം ഇനി മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് പോകാനായിരിക്കും ചാൻസ്. ഇത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യും? അടുത്ത ഒരു നിങ്ങളെ ഒരു മനസ്സ് പറയാണ്, അതായത് ഇങ്ങനെയൊക്കെയാണ് ഇനി സംഭവിക്കുക, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ SL വെച്ചത് ഒന്ന് കയറ്റി കൊടുക്കാം. ഓക്കെ, മാർക്കറ്റ് അത് എടുത്തിട്ട് താഴേക്ക് ഇറങ്ങട്ടെ. ഓക്കെ, നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് ഇവിടെ പാളിയോ? പാളി. പിന്നെ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും? ചിലപ്പം ഇതും കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് താഴേക്ക് പോകും. അപ്പൊ നിങ്ങൾക്ക് സന്തോഷമാവും, അല്ലേ? ഓക്കെ, അത് സംഭവിച്ചിട്ട്. സംഭവിക്കാറുണ്ട്. ഇത് സിമ്പിളായിട്ട് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് മാർക്കറ്റിൽ ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്കൊക്കെ വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വെറുതെ SL അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങളൊരു കാര്യം മാത്രം നോക്കിയാൽ മതി, നിങ്ങൾ SL അഡ്ജസ്റ്റ് ചെയ്തത് കറക്റ്റ് ആണോ? കറക്റ്റ് 1:3 ഓക്കെ, ആ SL കറക്റ്റ് മാർക്ക് ചെയ്തത് ലിക്വിഡിറ്റി ഏരിയാസ് അതേപോലെ നിങ്ങളുടെ സിസ്റ്റം വെച്ചിട്ടാണോ മാർക്ക് ചെയ്തത്? നമ്മളിപ്പം ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലേക്ക് മാർക്കറ്റ് പോകുന്നുള്ളതുകൊണ്ടാണല്ലോ TP ഇവിടെ വെക്കുന്നത്. അതേപോലെ ഇവിടെ മാക്സിമം പോയാലുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ ഒരു ബ്രീത്തിങ് സ്പേസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. ഓക്കെ, എന്നിട്ടും മാർക്കറ്റ് ഇത് എടുത്തിട്ട് ഇതിവിടെ മാർക്കറ്റ് ഇവിടെ SL അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ
1% മാത്രമേ അവിടെ ലോസ് ചെയ്യണുള്ളൂ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ റൂളാണ് അവിടെ ഫോളോ ചെയ്തത്. അത് നിങ്ങൾ അവിടെ ആലോചിക്കൂല. ഈ റൂൾ എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ എന്ത് ചെയ്യും? ആലോചിക്കേയില്ല. ഓക്കെ, നിങ്ങൾ എന്തേ ആലോചിക്കുള്ളൂ? SL നിങ്ങൾക്ക് ഇത്ര പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റേ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ അതൊരിക്കലും പാടില്ല. ഓക്കെ, അങ്ങനെ പാടില്ല. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കുന്നത്. കാരണം ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മള് ക്ലിയർ ആണോ? ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാൻഡേർഡ് ആയിട്ട് 1:2 അല്ലെ 1:3 നോക്കിയാൽ മതിയല്ലേ? കാരണം ചിലവര് വൺ ഹൈ വിൻ റേറ്റ് നോക്കാറുണ്ട്, ചിലവര് ഹൈ RR നോക്കാറുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഏറ്റവും ആയിട്ടുള്ള നമ്മള് ഏതാണ് നമുക്കൊരു സ്റ്റാൻഡേർഡ് 1:2 സ്റ്റാൻഡേർഡ് ആണ്, 1:3 സ്റ്റാൻഡേർഡ് ആണ് ബ്രോ. ബോത്ത് ആ സ്റ്റാൻഡേർഡ്. ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്നതിന് 1:3 ആണ്. ഓക്കെ, ഓക്കെ. അപ്പം അത് പേഴ്സണലി ആണ്. ഇപ്പം നിങ്ങൾക്ക് 1:2 ആണെങ്കിൽ ഓക്കെ, അതും ചെയ്യാം. നിങ്ങൾക്കപ്പോൾ 1:3ക്ക് വേണ്ടി അത്രയും വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ 1:2 തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ അതിൽ മാറ്റങ്ങൾ വരുത്താതിരിക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് റിവാർഡ് ആൻഡ് പെർസെൻറ്റേജ് ഗെയിൻ ഓർ ലോസ്. അതാണ്. ഓക്കെ, അതിന് അപ്പുറത്തേക്കേ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഓക്കെ, ഈ കാര്യം നമ്മുടെ മൈൻഡിനുള്ളിൽ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാനിവിടെ കുറച്ച് റൂൾസ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റും ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊരു സ്റ്റിക്കി നോട്ടിൽ എന്തെങ്കിലും എഴുതിയിട്ട് നിങ്ങളുടെ ലാപ്പിൻ്റെയോ ഫോണിൻ്റെയോ അവിടെ വെക്കുക. ഓക്കെ, നിങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ റൂൾ ഫോളോഡ് അതിന് ഒരു ടിക്ക് ബോക്സും ഇട്ട് വെക്കുക. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ ടിക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ റൂൾ ഫോളോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ജേർണലിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത്? ഇല്ലല്ലോ. ഇല്ല പറഞ്ഞില്ല. ഈ ഓക്കെ, ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ റൂൾ ഫോളോഡ് എന്നുള്ളത് നിങ്ങളുടെ ജേർണലിൽ നിങ്ങൾ ആഡ് ഓൺ ചെയ്യണം. അപ്പോൾ ജേർണലിന്റെ കാര്യങ്ങൾ പറയാം. ബോറടിക്കണ്ടോ? ഡൗൺ ആയ എല്ലാവരും? ഇല്ല പറഞ്ഞു. ഓക്കെ. അല്ല, ഇത് ബോറടിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജേണൽ ചെയ്യണം. ഇപ്പം ജേണലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ബുക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ബൈ ഇപ്പം ടെക്നിക്കൽ ലൈക്ക് ഇപ്പോൾ എക്സൽ ഷീറ്റിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നോഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അതൊക്കെ പേഴ്സണലി നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഈ ഒരു ബിഗിന്നർ സ്റ്റേജിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബൈ ബുക്കാണ്. അതായത് നിങ്ങളൊരു ഡയറി അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. ഓക്കെ, അവിടെ എന്നിട്ട് എന്ത് ചെയ്യുക? സിംപ്ലി അതിനൊരു പേര് കൊടുക്കുക, ട്രേഡ് ജേണൽ. ഓക്കെ, ഈ ട്രേഡ് ജേണലിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇപ്പം നിങ്ങൾക്കൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ശരിയാ. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ ആ ഒരു ജേണലിൻ്റെ ഏരിയ എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ആ ഒരു ബുക്കിൻ്റെ ആ ഒരു പേജ് എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് പേജ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഡേറ്റ് ഇടുക. ഓക്കെ, നിങ്ങൾ ഡേറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അന്നത്തെ ദിവസം ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഒരു ട്രേഡാണ് എടുത്തത്. ഓക്കെ, അല്ലെങ്കിൽ 2 ട്രേഡാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 1 എന്നിട്ടിട്ട് ഫസ്റ്റ് ഏത് പെയറാണ് നിങ്ങൾ ട്രേഡ് എടുത്തതെന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഈ ജേണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ട്രേഡ്സ് ഒക്കെ എന്ത് ചെയ്യാണ്? റെക്കോർഡ് ചെയ്യാണ്. നമ്മൾ എന്തുകൊണ്ട് ട്രേഡ് എടുത്തു, ഓക്കെ, എവിടെ വന്നപ്പോൾ ട്രേഡ് എടുത്തു, എന്തൊക്കെ കോൺഫ്ലുവൻസ് ഉണ്ടായിരുന്നു, ഏത് ടൈമിലാണ് ട്രേഡ് എടുത്തത്, എത്ര പെർസെൻറ്റേജ് റിസ്ക് ചെയ്തിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ ടാർഗറ്റ്, ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്. ഓക്കെ, ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്. വോയിസ് എക്കോ വരുന്നുണ്ടല്ലോ, വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്. ആരാണ് ആ വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? എക്കോ കേൾക്കുന്നുണ്ടല്ലോ. ഇർഷാദിന്റെ മൈക്കാണ്. ഏതാ? ഇർഷാദ് ഇർഷാദ് ബ്രോ, അതൊന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ജേണലിൽ നമ്മൾ നോട്ട് ചെയ്യാൻ പോണേ. ഓക്കെ, അത് നമ്മൾ പെയർ നോട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മാർക്കറ്റ് അനാലിസിസ് അവിടെ നോട്ട് ചെയ്യാം. ഓക്കെ,
ഹലോ പോയി വോയിസ് പോയി. ഹലോ 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 തിങ് പറഞ്ഞു കേൾക്കാം. വോയിസ് കട്ടായി കേട്ടാ. നെറ്റ്വർക്ക് ഡൗൺ ആയി. വെയിറ്റ് ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെ. കേൾക്കാം. ഓക്കെ സോറി ഇവിടെ എന്തോ ഒരു വിഷയമുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അനാലിസിസ് ആണ് നമ്മൾ സെക്കൻഡ് ആയിട്ട് അതിൽ കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ പേരിട്ടു, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഇട്ടു. പിന്നെ സെക്കൻഡ് നമ്മൾ പോയിന്റിൽ കൊടുക്കേണ്ടത് മാർക്കറ്റ് അനാലിസിസ്. മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്തപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയത്, ഹയർ ടൈം ഫ്രെയിമിന്റെ മാർക്കറ്റ് അനാലിസിസ് അവിടെ കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം 1 ഡേ എടുത്ത് നോക്കി, 1 ഡേ മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്, പിന്നെ വീക്കിലി നോക്കിയപ്പോഴും അപ് ട്രെൻഡിലാണ്, പിന്നെ തിരിച്ച് 4 അവറിലേക്ക് വന്നപ്പോഴും മാർക്കറ്റ് ഹൈസ് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്, ലോ റിജക്ട് ചെയ്ത് പോവാണ്, അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് പ്രീമിയം റേഞ്ചിലാണ്, ഡിസ്കൗണ്ട് ഏരിയയിൽ ഒരു 4 അവർ റെഫ്യൂജി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ പ്ലാൻ എന്താണ്? നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ അതാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. 4 അവർ റെഫ്യൂജി ഉണ്ട് ഡിസ്കൗണ്ടിൽ. ഓക്കെ, ആ 4 അവർ റെഫ്യൂജി എന്നാണ് ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ആ 4 അവറിൻ്റെ ഏരിയ. ഇവിടെ 4 അവറിൽ ഡിസ്കൗണ്ടിൽ ഇവിടെ ഒരു FEG ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ OTA ആയിട്ട് അലൈൻ ചെയ്യുന്ന ഏരിയ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ പ്ലാന് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തേക്കുള്ള ബയാസ് നിങ്ങളവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി 4th വൺ ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ. ലോ ടൈം ഫ്രെയിം ആണ് നിങ്ങളവിടെ എഴുതുക. അപ്പം നിങ്ങൾ ഇനി ട്രേഡ് ചെയ്യാൻ പോകുന്ന ടൈമിൽ, അതായത് 50 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, 50 മിനിറ്റിന്റെ ഒരു MS കിട്ടുമ്പോഴാണ് നിങ്ങൾ ട്രേഡ് എടുക്കുക, അല്ലേ? അങ്ങനല്ലേ നിങ്ങൾ 4 അവറിൽ ട്രേഡ് എടുക്കുക? അതെ. അതെ. അപ്പോൾ നിങ്ങൾ ആ 50 മിനിറ്റിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 50 മിനിറ്റിന്റെ സ്ട്രക്ചർ നോക്കും, അല്ലേ? 50 മിനിറ്റിന്റെ MS കിട്ടി എന്നുള്ളത് നോക്കും. അപ്പോൾ നിങ്ങളിവിടെ ആഡ് ഓൺ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ 50 മിനിറ്റിലാണെങ്കിൽ 50 മിനിറ്റിൽ എനിക്കൊരു ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാട്ടോ. 50 മിനിറ്റ് MSS കിട്ടി. ഓക്കെ, അപ്പം ആ 50 മിനിറ്റ് MSS കിട്ടിയപ്പം അവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, OB ഫോമഡ് അത് എഴുതാം, അല്ലെങ്കിൽ OB ഫോമഡ് വിത്ത് FEG ഉണ്ട്. ഓക്കെ, ഇത് ഫോം ചെയ്ത സമയം അവിടെ രേഖപ്പെടുത്തൽ നിർബന്ധമാണ്, ഏത് ടൈമിലാണ് ഇത് മാർക്കറ്റിൽ സംഭവിച്ചത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ലോവർ ടൈം ഫ്രെയിം എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നിങ്ങളൊരു ട്രേഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യണേ. ഓക്കെ, ട്രേഡിന്റെ ഇടയിലല്ല. ഓക്കെ, അത് ഞാൻ വേറെ പറയാം, അത് വേറൊരു ജേർണലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രേഡ് കഴിഞ്ഞ ശേഷം ആദ്യം പെയർ ഏതാന്ന് എഴുതും, മാർക്കറ്റ് അനാലിസും കാര്യങ്ങളൊക്കെ എഴുതും, നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് എഴുതും, ലോ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്താ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ എഴുതും. ഓക്കെ, പിന്നെ നിങ്ങളുടെ എക്സിക്യൂഷൻ പാർട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, എക്സിക്യൂഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ 5th പോയിന്റ് ആയിട്ട് എക്സിക്യൂഷൻ എന്ന് ടൈപ്പ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ ലോങ് ആണെങ്കിൽ ലോങ്, അല്ലേ? ലോങ് എക്സിക്യൂട്ട് ചെയ്യുന്നു, 1% റിസ്ക്. ഓക്കെ, 1% റിസ്ക്, 3% RR. ഓക്കെ, ഇനി ഈ പൊട്ടൻഷ്യൽ ടാർഗറ്റ് ഏരിയ എന്താന്ന് കൊടുക്കുക. ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ചിലപ്പം നെക്സ്റ്റ് ഇപ്പോൾ 50 മിനിറ്റിന്റെ ഹൈ ആയിരിക്കാം, അല്ലേ? സ്വിങ് ഹൈ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ, ആ ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും. അതായിരിക്കും നിങ്ങളുടെ 3% റിട്ടേൺ കിട്ടുന്ന ഏരിയ. ഓക്കെ, SL ഏരിയ നിങ്ങൾ എവിടെ കൊടുത്ത്? ഓക്കെ, ആ ഒരു ഓർഡർ ബ്ലോക്കിന്റെ താഴെ, അല്ലെങ്കിൽ ആ ഒരു FEG എന്നാണ് എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ FEG ഫോം ചെയ്ത ക്യാൻഡിലിന്റെ താഴെ. ഇതൊക്കെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്തൊക്കെ മാർക്ക് ചെയ്തു? പെയർ മാർക്ക് ചെയ്തു, അനാലിസിസ് മാർക്ക് ചെയ്തു, പ്ലാന് മാർക്ക് ചെയ്തു, ലോ ടൈം ഫ്രെയിം മാർക്ക് ചെയ്തു, എന്താ സംഭവിച്ചെന്ന് എഴുതി, എക്സിക്യൂഷനും എഴുതി. ഓക്കെ, ആൻഡ് ഫൈനലി റിസൾട്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടിയത്? SL ആണോ, അല്ലെങ്കിൽ TP ആണോ? ഇനി അതാണെങ്കിൽ തന്നെ എത്ര പെർസെൻറ്റേജ്, 3% ആണോ, ഓക്കെ, 1% ആണോ എന്നുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഫൈനലായിട്ട് ഒരു ചെക്ക് ബോക്സ് പോലെ നിങ്ങളിവിടെ എന്ത് കൊടുക്കുക? ഒരു കാര്യം കൊടുക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതായത് റൂൾ ഫോളോഡ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഏത് സെഷൻ ആണെന്നുണ്ടെങ്കിലും, ഏത് ജേണൽ ആണെന്നുണ്ടെങ്കിലും ഇവിടെ ടിക്ക് മാർക്ക് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. എന്താണ് ഈ റൂള്? അതാണ് നമ്മളിവിടെ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ. എന്തൊക്കെ? എന്തൊക്കെ? അതായത് പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്തിട്ടുണ്ടോ, കൃത്യമായിട്ടുള്ള സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. റൂള് ഓക്കെ, അല്ലേ?
ഇതാണ് നമ്മുടെ റൂള്. ഈ ഒരു സിസ്റ്റം ആണോ, ട്രേഡിംഗ് സെഷൻ ആണോ, ഓക്കെ, ഇത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ജേണൽ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം ഈ ഒരു റൂളിന്റെ കാര്യം കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ജേണൽ കീപ്പ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും കീപ്പ് ചെയ്യുക. ഓക്കെ, എന്തിന് ജേണൽ കീപ്പ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ തന്നെ ഒരു വളർച്ച, ഗ്രോത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ജേണലിംഗ് നിന്ന് കിട്ടാം. അതായത് നിങ്ങൾക്ക് എവിടേക്കാണ് മിസ്റ്റേക്ക് പറ്റണെന്നുള്ളത് ഈ ജേണൽ നോക്കിയാൽ മനസ്സിലാവണം. മനസ്സിലായോ? നിങ്ങൾ ചിലപ്പോൾ SL വെച്ച ഏരിയ ശരിയായിരുന്നില്ല. ഓക്കെ, സോറി, ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാണ്ട്, സോറി വിട്ടുപോയതാണ്. ഇത് 7th വൺ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എഴുതിയാൽ മാത്രമേ ഈ ഒരു ജേണൽ കംപ്ലീറ്റ് ആവണുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത് ഗൈസ്? ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ ബ്രോ? ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്തോ? നോട്ട് ചെയ്യണുണ്ടോ? അതോ എല്ലാരും കഥ കേൾക്കുകയാണോ? ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ബ്രോ. ഓക്കെ. ഇനി വേറൊരു ജേണലിംഗ് കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇമോഷണൽ ജേണലിംഗ്. സാറേ മറ്റേ ബാക്ക് ടെസ്റ്റ് എന്ന് പറയണേ. ഓക്കെ, ഇമോഷണൽ ജേണലിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജേണൽ ബിറ്റ്വീൻ ട്രേഡ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിൽ ചെയ്യണുള്ളൂ? ട്രേഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് എഴുതി വെക്കണുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേഡിന്റെ ഇടയിൽ ജേണൽ ചെയ്യാം. ഓക്കെ, എന്താണിതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബുക്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിൽ നമുക്ക് നമ്മളോട് തന്നെ മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ? അവിടെ പോയിട്ട് നിങ്ങൾക്ക് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെയുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട്സ് ഇവിടെ എഴുതി വെക്കാം. അതായത് ഞാനിപ്പോൾ ഒരു ട്രേഡ് എടുത്ത്, ഞാനിപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ബൈ എടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ഇതാ ഇത്രയും ഹൈ പോയി. ഓക്കെ, എൻ്റെ ടാർഗറ്റ് ഇതാ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നിങ്ങളൊരു ലിമിറ്റ് ഓർഡർ ആണ് കേട്ടോ. ഓക്കെ, ലിമിറ്റ് ഓർഡർ അറിയില്ലേ? മാർക്കറ്റ് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ കയറി പോകും അല്ലേ? ഇതാണ് നമ്മൾ ഇടുന്ന ലിമിറ്റ് ഓർഡർ. അപ്പം ഫസ്റ്റ് ഈ ട്രേഡ് എക്സിക്യൂട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ചെയ്യാം? ട്രേഡ് എക്സിക്യൂട്ടഡ് എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, എൻ്റെ ഏരിയ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. ഇത് നമുക്ക് ഈ ഒരു മാർക്കറ്റ് ഇവിടെ ലിമിറ്റ് ഓർഡർ എക്സിക്യൂട്ട് ആകുമ്പോൾ വരുന്ന ചിന്തയാണ്. മാർക്കറ്റിന്റെ ഓർഡർ എടുത്തല്ലോ, അല്ലെങ്കിൽ മാർക്കറ്റ് ഞാൻ വിചാരിച്ച ഏരിയ മിറ്റിഗേറ്റ് ചെയ്തല്ലോ. ആ ചിന്ത, ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന കാര്യം, അത് ജസ്റ്റ് വോയിസ് മെസ്സേജ് ആക്കി ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, ഇനി ട്രേഡ് എടുത്തു കഴിഞ്ഞ് ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞു, മാർക്കറ്റ് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് വരുന്നൊരു കാര്യമുണ്ട്, അയ്യോ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരികയാണല്ലോ, ഇവിടെയാണ് ട്രേഡ് എടുത്ത ഏരിയ, ഇവിടെയാണ് SL, ഇത്രയും വന്നിട്ട് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുകയാണല്ലോ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ തോന്നിയ കാര്യം ഉണ്ടല്ലോ, മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുക, ആ ഒരു ബേജാറുണ്ടല്ലോ, നിങ്ങൾക്ക് വരുന്ന ഒരു പേടി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിംപ്ലി ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾ ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടോ ഇടാം. ഓക്കെ, പിന്നെ നിങ്ങൾക്കിപ്പം SL ആയി എന്ന് വെച്ചോ. SL ആയി കഴിഞ്ഞാൽ ഇന്ന് അനാലിസിസ് തെറ്റിപ്പോയി, മാർക്കറ്റ് ആകെ ഞാൻ വിചാരിച്ച പോലെ വർക്കായില്ല, ലിക്വിഡിറ്റി ലെവൽ മാർക്കറ്റ് എടുത്തിട്ടില്ല, എന്താ ഇഷ്യൂ അറിയില്ല, നോക്കട്ടെ ജേണലിൽ ചെയ്യട്ടെ. ഇതാണ് നിങ്ങൾക്ക് അപ്പോൾ വരുന്ന ഇമോഷൻ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നേരെ ഒരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ഒന്ന് ബുക്കിൽ എഴുതിയിട്ട് വെക്കുക. ഇനിയിപ്പോൾ TP അടിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഞാൻ വിചാരിച്ച ഏരിയ എത്തിയല്ലോ, TP അടിച്ച് സന്തോഷം. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം, അത് നിങ്ങളവിടെ എഴുതി വെക്കുക. ഇതാണ് നമ്മൾ ഇമോഷണൽ ജേർണലിംഗ് എന്ന് പറയാം. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യുക ബിഗിന്നർ സ്റ്റേജിൽ. ഓക്കെ, ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഓരോ ദിവസവും മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും അല്ലേ? മാർക്കറ്റിന്റെ ടെക്നിക്കൽ അനാലിസിസ് കാര്യങ്ങൾ ഇവിടെ കിട്ടും. പക്ഷെ നിങ്ങളെ മൈൻഡിൽ വന്നു പോയ കാര്യങ്ങൾ ഇവിടെ കിട്ടുള്ളൂ. ഓക്കെ, ഈ മൈൻഡിൽ വന്നു പോയ കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ എങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്, എവിടേക്കാണ് നമ്മൾ ആലോചന പോകണമെന്നുള്ളത് കൺട്രോൾ ചെയ്യാനാണ് ഇത് വേണ്ടത്. മനസ്സിലായോ? ഇപ്പോൾ മറിച്ച് നമ്മളിതൊന്ന് ജേർണൽ ചെയ്യാതെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്യാതെ നിൽക്കുമ്പോൾ ഒരു വിഷയം, നമ്മൾ ആ ഒരു ദേഷ്യം, ആ ഒരു പ്രശ്നങ്ങളൊക്കെ എവിടെ പോയി തീർക്കും? വീണ്ടും ട്രേഡ് എടുത്താണ്ട് ആവശ്യം
ഇല്ലാത്ത ട്രേഡുകളിലേക്ക് നോക്കിയാണ്ട് അവിടെ തീർക്കും. നമ്മുടെ ആ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സന്തോഷം ഒക്കെ എവിടെ തീർക്കുക? ഈ ഒരു ജേണലിൽ തീർക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞേ? കുറച്ച് വൈകിട്ട് അതെ. തരാട്ടോ, ഒരു മിനിറ്റ്. ആ എല്ലാരും തോന്നുന്നുണ്ടാത്തേ ക്ലിയർ ഗൈസ്. ആണ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഇതാണ് ജേർണലിങ്ങിനുള്ള രണ്ട് കാര്യങ്ങൾ, ജേർണലിങ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബിഗിനർ സ്റ്റേജിൽ ഈ ഒരു ഇമോഷണൽ ജേർണലും നിങ്ങൾ കൂടെ കരുതുക. ഓൾസോ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാം? ഇത് നിർബന്ധമായിട്ടും ബിഗിനർ സ്റ്റേജിലും അഡ്വാൻസ് സ്റ്റേജിലും ഒക്കെ നിങ്ങൾ ഇത് ഹെൽപ്പ് ആക്കും, നിങ്ങളിത് ഫോളോ ചെയ്യാം. ഓക്കെ, അവിടെ ഇനി നോഷൻ എന്ന് പറഞ്ഞ ഈ എന്തുവായിരുന്നു? ജേർണലിങ് ഇങ്ങനെ എഴുതി വെച്ചോണ്ട് മാത്രം കാര്യമില്ല. ഒരു മിനിറ്റ്, നമ്മൾ ഈ ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. അതായത് ഇപ്പോൾ പറയാം, ഈ ഒരു ജേർണലിങ് ഇങ്ങനെ എഴുതി വെച്ചോണ്ട് മാത്രം കാര്യമില്ല. അത് എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ വീക്ക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. ഇങ്ങനെ കുറെ എഴുതി പോയോണ്ട് കാര്യമില്ല, നിങ്ങളത് വീണ്ടും എടുത്ത് നോക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. വോയിസ് ബ്രേക്ക് ആയോ? ഹലോ, ഇല്ല വോയിസ് ഇല്ല ബ്രേക്ക് ഇല്ല. ആയോ? ഹലോ ഹലോ. അപ്പൊ കോൺഫിഡൻസ് ഓക്കെ, കിട്ടും അല്ലെ? അപ്പോൾ നിങ്ങൾ അതെ, നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ആവും, നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റണേ മനസ്സിലാവും, നമ്മൾ എവിടെയാണ് സ്ട്രോങ് ആവണേ മനസ്സിലാവും. കാരണം TP കിട്ടണമെന്ന് നമ്മളിവിടെ കാണൂലേ? TP കിട്ടണ കാണുമ്പം അതേ സെറ്റപ്പ് തന്നെ വീണ്ടും വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ആയില്ലേ? ഓക്കെ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യണ കാര്യം ഇതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണോ ക്ലിയർ. ഗൈസ്? ഓക്കെ, അപ്പോൾ ഇനി നോഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ആപ്പാണ്. ഓക്കെ, അതിൽ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം? ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു നോഷൻ എന്നുള്ള ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുറേ ടെംപ്ലേറ്റ്സ് മാതിരി കണ്ടോ, കുറേ ടെംപ്ലേറ്റ്സ് മാതിരി നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കും. ഇപ്പം നമ്മൾ എക്സൽ ഷീറ്റ് ഉപയോഗിക്കുമല്ലോ, അതിന് പകരമുള്ള വേറൊരു ഓപ്ഷൻ, ഒരു ഡയറി പോലെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൺലൈൻ ആണത്? ഇത് നിങ്ങൾ ഓൺലൈനായിട്ടാ ലോഗിൻ ചെയ്യുക, ഓഫ്ലൈനായിട്ട്? ഓഫ്ലൈനായിട്ടും ചെയ്യാം ഓൺലൈനായിട്ടും ചെയ്യാം. പക്ഷേ ഇതിന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഫ്രീ ആണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI വെർഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഇതിൽ നമുക്ക് ഇത് വരുള്ളൂ, പൈസ കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ. പക്ഷേ നോഷനേക്കാളും ഒന്നും കൂടി ഞാൻ ആദ്യം നോഷനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ അത് ഒഴിവാക്കിയിട്ട് ഇപ്പം എക്സൽ ഷീറ്റിലാണ് എഴുതാറ്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ആ ഒരു എക്സൽ ഷീറ്റ് ഇല്ല കാണിക്കാൻ. തപ്പട്ടെ. നോഷനില് ടെംപ്ലേറ്റ്സ് ഉണ്ടാവുമല്ലോ, ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ്, അത് നമുക്ക് ക്രിയേറ്റ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഭയങ്കര സിമ്പിളാണ്. എന്താ പറയാ, ഭയങ്കര പിന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്. അതായത് നമുക്കൊന്നുകൂടി കാണുമ്പോൾ ഒക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊക്കെ കാണാം. ലൈക്ക് നമ്മുടെ ആ ഒരു പെർഫോമൻസ് റിവ്യൂ ഒക്കെ നല്ല രീതിയിൽ കിട്ടും. ഓക്കെ, പക്ഷേ ഒന്നുകൂടി ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ ഏറ്റവും ബെറ്റർ എന്താണോ, ഏറ്റവും നല്ല കാര്യം നിങ്ങൾ എഴുതി വെക്കുന്ന, പെന്നും ബുക്കും എടുത്ത് എഴുതി വെക്കുന്നത്, ഒരു ബുക്ക് പോലെ കീപ്പ് ചെയ്യുന്നതാണ്. അതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് എപ്പോഴും വേണമെങ്കിൽ മറിച്ച് നോക്കാൻ വളരെ എളുപ്പമായിരിക്കും. നോഷനൊക്കെ എത്രത്തോളം നമ്മൾ അങ്ങനെ നോക്കും എന്നുള്ള കാര്യം കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സൽ ഷീറ്റ് ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ എക്സൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ, ഇതിൻ്റെ ചിലപ്പോൾ ഇതിൻ്റെ ഇവിടെ ജേണലുണ്ട്. ഞാൻ ഇതിനൊരു എക്സാമ്പിളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ജേണലാണ്. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ല, വോയിസ് കേൾക്കുന്നുണ്ട്, സ്ക്രീന് മറ്റേ ചാർട്ട് ട്രേഡ് വ്യൂവിന്റെ ആണ് കാണുന്നത്. സ്ക്രീനിൽ ട്രേഡിംഗ് വ്യൂ ആണോ കാണുന്നത്? അതെ. ഓക്കെ, ഇപ്പോൾ സ്ക്രീൻ കാണാവോ? ഇപ്പൊ ഓക്കെ. ഓക്കെ ഓക്കെ, ഇത് കണ്ടോ, ഞാൻ എക്സൽ ഷീറ്റ് കൊടുത്തതാണ്. ഓക്കെ, ഇതിനൊരു എക്സാമ്പിളിന് കൊടുത്തതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി ടൈം, ഡേറ്റ്, പെയർ, എൻട്രി ടൈം, എക്സിറ്റ് ടൈം, ഓർഡർ ടൈപ്പ്, സെഷന്, ഓക്കെ, SL എത്ര ഉണ്ട്, റിസൾട്ട്, കീ ലെവൽ ഏതാണ്, SMT ഉണ്ടായിരുന്നോ, ഓവറോൾ റിസൾട്ട് എന്താണ്, ഓക്കെ, എത്ര വിൻ ഉണ്ട്, എത്ര ലോസ് ഉണ്ട്,
സ്ട്രൈക്ക് റേറ്റ് എത്രയാണ്. സാറേ അതിന്റെ ഇവിടെ ഹെഡിങ് ഒന്ന് അയച്ചു തരാൻ പറ്റുമോ? റിസൾട്ട് വേണ്ട, ഹെഡിങ് ഇത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം, ആ ഒരു ഷെയർ ചെയ്ത് ഗ്രൂപ്പിൽ നന്നായിരിക്കും. ഷെയർ ചെയ്ത്. മറ്റേതിനേക്കാൾ മറ്റേനേക്കാൾ പക്ഷേ നല്ല. ആക്ച്വലി നിങ്ങളുടേതായ ഒരു കസ്റ്റമൈസർ ഉണ്ടാക്കണോ ഏറ്റവും ബെറ്റർ. ഇവിടെ ഹൈ ടൈം ഫ്രെയിം ബയാസ് ആൻഡ് അലൈൻമെന്റ് 4 hour കോntest എന്താണ്, ടൈമിംഗ് ഉണ്ടായിരുന്നു, അല്ല ഹൈ ടൈം ഫ്രെയിം ചാർട്ട് ആണോ. ആ സാറേ നമുക്കൊരു സാറിനൊരു എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ സ്കൗണ്ട് നമുക്ക് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. എത്ര ചെയ്യാൻ പറ്റില്ലല്ലോ സാറേ. അല്ല അല്ല, പിന്നെ ഞാൻ പറയാട്ടോ, ഇത് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഞാനത് ഷെയർ ചെയ്തരാം, എനിക്ക് വിഷയമൊന്നുമില്ല, ഞാനത് ഷെയർ ചെയ്തുതരാം കേട്ടോ. പക്ഷെ നിങ്ങൾക്കൊന്ന് കസ്റ്റമൈസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ കണ്ടോ, മൈൻഡ് സെറ്റ് ബിഫോർ ട്രേഡ്, ഇമോഷൻസ് ഡ്യൂറിങ് ട്രേഡ്, ഇതൊക്കെ നമ്മളിവിടെ ആഡ് ഓൺ ചെയ്യണം. ഓക്കെ. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിവിടെ എഴുതി വെക്കണം. ഓക്കെ. ഉണ്ടോ, ജസ്റ്റ് ക്ലോസ് ഇറ്റ്, ഗോയിങ് ഔട്ട് ഓഫ് റിവെഞ്ച്, ഇതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം നമ്മൾ. ഓക്കെ. ഞാൻ എക്സൽ ഷീറ്റ് ആക്ച്വലി ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു എക്സൽ ഷീറ്റിന്റെ ഈ ഒരു ബേസ് ഫോം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ. ഒന്ന് ഇട്ടാൽ ക്ലിയർ നന്നായിരിക്കും സാറേ. സാറേ ക്ലിയർ പിന്നെ അല്ലേ. ബാക്ക് ടെസ്റ്റ്. ഓക്കെ. ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതായത് SMC. ഓക്കെ. ഈ SMCയിൽ നിങ്ങൾക്ക് അതെ. എപ്പോഴൊക്കെയാണ് ട്രേഡ് എടുക്കാൻ പറ്റുക എന്ന് നിങ്ങളോട് ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടില്ലേ. ഉണ്ടുണ്ട്. ആ ഞാൻ ഇതൊക്കെ കളയട്ടെ. കളഞ്ഞു. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സിസ്റ്റം പോലെ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമാണ് ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ. ആ പ്രീമിയത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, എനിക്ക് തോന്നുന്നു എന്താ $12 മന്ത്ലി വരിക ഈ ഒരു എസെൻഷ്യൽ പ്ലാന്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ട്രേഡിംഗ് ജേണിയിലേക്ക് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി എടുക്കുക. ഓക്കെ. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആരൊക്കെ ഉണ്ട്, അല്ല ഫ്രീ അല്ല, ചെറിയ ക്യാഷിന് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രോ ഇതൊരു ട്രേഡ് ലീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, സൈറ്റ് ഉണ്ട്, അതിൽ ഫ്രീ ആണ് ബാക്ക് ഓക്കെ. ടെസ്റ്റ്. ഓക്കെ. ഞാൻ ഇത് തന്നെ പ്രിഫർ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് മാക്സിമം നോക്കുന്നതിലല്ലേ. അപ്പോൾ അതെ. ഇതിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഒരു എന്താ പറയുക, ഒരു പരിചയമായി കിട്ടും. മനസ്സിലായോ? അതുകൊണ്ട് മാത്രം കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പം നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഡെയിലിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്, SMC വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്കുള്ള ആ സെറ്റപ്പ് ഉണ്ടല്ലോ, ആ സെറ്റപ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യം ഡെയിലി നോക്കണം, അതിൻ്റെ പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ച് നോക്കണം, ഓർഡർ ബ്ലോക്ക് നോക്കണം, 4 hourലേക്ക് വരണം, 50 minute വരണം. ഇതായിരിക്കണം ഓരോ ദിവസവും നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള നിങ്ങളുടെ റൂട്ടീൻ. ഒരിക്കലും ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ലോ ടൈം ഫ്രെയിമിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യരുത്. ആദ്യം ഹൈ ടൈം ഫ്രെയിമിൽ നിന്ന് ലോ ടൈം ഫ്രെയിമിലേക്ക് വരിക. മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഞാനിപ്പം ഈ ഒരു ഈ ഒരു ഈ ഒരു വർഷം മുതലുള്ള ബാക്ക് ടെസ്റ്റ് ആണ് ചെയ്യണത് വിചാരിക്കാം. ഓക്കെ. അപ്പം ഞാൻ ഈ ഒരു വർഷം ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ റീപ്ലേ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ റീപ്ലേ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടൊക്കെ റീപ്ലേ ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ. അപ്പം എന്താ ഇവിടെയാണ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ. ഈ വർഷം മാർക്കറ്റ് എന്താണ് കാണിച്ചത്, ഈ വർഷം എന്ന് പറഞ്ഞാൽ അറൗണ്ട് 3-4 months. ആ 3 months മാർക്കറ്റ് എന്താ കാണിച്ചതെന്നാണ് ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ. അപ്പം ഡെയിലിയിൽ വരുമ്പോൾ ഞാനിവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ലെവൽസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ SMCയിലും പഠിച്ച കാര്യങ്ങൾ, ഓക്കെ, അതൊക്കെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഡെയിലിയിലേക്ക് വരിക. ഡെയിലിയിലുള്ള ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം റേഞ്ചുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ. ഒരു ദിവസം ചെയ്യേണ്ട റൂട്ടീനാണേ. ഓക്കെ. എന്നിട്ട് നിങ്ങൾ 4 hourലേക്ക് വരുന്നു. ഓക്കെ. 4 hourലേക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെയുള്ള ഏരിയാസ് കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ. ആ ഒരു ലിക്വിഡിറ്റി ലെവൽസ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. ഓക്കെ. ഇവിടെ എന്തൊക്കെ ലിക്വിഡിറ്റി ലെവൽസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. ഓക്കെ. അതൊക്കെ മാർക്ക് ചെയ്തതിനു ശേഷം പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഇതേപോലെ എക്സൽ ഷീറ്റിലോ എഴുതി വെച്ചാൽ ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. ഓക്കെ. അങ്ങനെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ കയ്യിലൊരു ഡാറ്റ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ. ഇങ്ങനെ വന്ന് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം ആയോ എന്നുള്ള കാര്യം നമ്മളിവിടെ നോക്കണം അല്ലേ.
നമ്മൾ എല്ലാ സമയത്തും കയറി ട്രേഡ് എടുക്കുന്നില്ല. എപ്പോഴൊക്കെ ട്രേഡ് എടുക്കുന്നുള്ളൂ? ലണ്ടൻ ഓപ്പണിങ്ങിൽ, അല്ലെങ്കിൽ എപ്പോഴോ ട്രേഡ് എടുക്കുന്നുള്ളൂ? ന്യൂയോർക്കിന്റെ ഓപ്പണിങ്ങിൽ, ന്യൂയോർക്ക്. അല്ലേ? ആ ടൈമിലൊക്കെ മാത്രമേ നമ്മൾ ട്രേഡ് നോക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ സമയം നമ്മൾ ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോർവേഡിലേക്ക് മൂവ് ചെയ്യുക. ഓ സോറി, ആ ഒരു ഏരിയ പോയോ? ഇല്ല, ഒരു മിനിറ്റ്. ഓക്കെ, ആ ഒരു ടൈമിലേക്ക് വരാം. ഞാൻ ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈമാണ് 1 o'clock. അവിടെ എന്നിട്ട് നമ്മൾ പുതിയ ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കുക. ഇപ്പോൾ ഈ ഒരു FEG ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹൈ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്, അവിടെ MSS കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ഇതൊക്കെ നോക്കുക. എന്നിട്ട് 50 മിനിറ്റിലേക്ക് വരിക, എന്നിട്ട് കൺഫർമേഷൻ ഉണ്ടോ. ഇങ്ങനെയാണ് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഓക്കെ, ട്രേഡിന്റെ ബയാസ് ഫോളോ ചെയ്യുന്നത് വീക്ക്ലി അല്ലേ ബയാസ് ഫോളോ ചെയ്യാം? അല്ല, ഞാനൊരു എക്സാമ്പിളിന് പറഞ്ഞതാണ് ബ്രോ, അല്ല ഫ്രം ഡെയിലി. ചോദിക്കാം. അതെ, അതൊക്കെ നിങ്ങൾ ബയാസ് ഏറ്റവും ഇപ്പൊ നല്ല കാര്യം എന്താണെന്നോ, ബയാസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മന്ത്ലി ഉള്ള ബയാസ് മുതൽ നിങ്ങൾ നോക്കി വരണം. ഓക്കെ, ഓക്കെ മന്ത്ലി മാർക്കറ്റ് എന്താണ് ചെയ്യണത്? ഓക്കെ, മന്ത്ലി ഓക്കെ മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി എന്താണ്? അപ്പോൾ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മന്ത്ലി എന്താണ്? ഇവിടെ ഒരു റേഞ്ചിങ് ആണ്, അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നെക്സ്റ്റ് ഏരിയാസ് ഒക്കെ നോക്കാം. ഇവിടെ ഒരു FEG ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് ഒന്ന് ഈ ഒരു ഹൈ എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം, ചിലപ്പം താഴേക്ക് വരാം, മന്ത്ലി അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു ലോ എടുത്തുണ്ട്. ഡിസ്കൗണ്ടിലാണുള്ളത്. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഡാറ്റാസ് വെച്ചിട്ട് വേണം നോക്കാൻ. ഓക്കെ ഓക്കെ, അങ്ങനെ മന്ത്ലി നോക്കി കഴിഞ്ഞ ശേഷം പിന്നെ തിരിച്ച് വീക്കിലിയിലേക്ക് വരാം. വീക്കിലിയിലും അതേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇതൊന്നും നമ്മളെ ഡെയിലി ട്രേഡ് എടുക്കാനുള്ള കാര്യമല്ല, ഓവറോൾ ഓക്കെ വ്യൂ മാത്രമാണ്. ഓക്കെ, പിന്നെ നമ്മൾ വീക്കിലി കഴിഞ്ഞ ശേഷം ഡെയിലി നോക്കുക. ഡെയിലി മാർക്കറ്റ് എന്താണ് ചെയ്യണത്? ഓക്കെ, ഡെയിലി മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്ത് പോവുകയാണോ, ഡിസ്കൗണ്ടിലാണോ, പ്രീമിയത്തിലാണോ, ഈ കാര്യങ്ങൾ നമ്മളവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം 4 ഹവറിലേക്ക് വരിക. ഈ 4 ഹവറിന്റെ മൂവ്മെന്റ് ആണ് ആക്ച്വലി ഇൻട്രാഡേ, ഓരോ ദിവസത്തെ മൂവ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഡെയിലി നോക്കുമ്പം നമുക്കിവിടെ ഈ ഒരു ഏരിയ കണ്ടോ, ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക്, അല്ലെ, അപ്പിലേക്ക് ഓക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ 4 ഹവറിൽ കണ്ടോ, ചില ദിവസങ്ങളിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡംപ് ചെയ്തിട്ടുണ്ട്. ആ ഡംപ് ചെയ്തത് എങ്ങട്ടാ? ഡിസ്കൗണ്ട് ലെവലിലേക്കാണ് മാർക്കറ്റ് ഡംപ് ചെയ്തത്, അല്ലേ? അതെ ശരിയല്ലേ? അപ്പോൾ അതെ നമ്മളെ ഓവറോൾ വ്യൂ ആണെങ്കിലും ചിലപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിന്റെ ടൈമാണ്, അന്നത്തെ ദിവസം ന്യൂയോർക്കിന്റെ ടൈമാണ്. ആ ടൈമിൽ മാർക്കറ്റ് എന്തേ ചെയ്തിട്ടുള്ളത്? ഇവിടുന്ന് താഴേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അതായത് അപ് ട്രെൻഡ് ആണെങ്കിൽ പോലും ഈ ഒരു റീട്രേസ്മെന്റ്, റീട്രേസ്മെന്റ്. അല്ലെ? ഓക്കെ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റീട്രേസ്മെന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ അപ്പോൾ നമ്മുടെ ബയാസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡെയിലി മന്ത്ലി വീക്കിലി കണ്ടിട്ട്, ഇപ്പോൾ മന്ത്ലി വീക്കിലി ബുള്ളിഷ് ആണ്, അതുകൊണ്ട് ഞാൻ ഡെയിലിയിലും ഇനി ബുള്ളിഷ് മാത്രമേ നോക്കുള്ളൂ, അതുകൊണ്ട് ഇവിടുന്ന് വീണ്ടും ബുള്ളിഷ്, അങ്ങനെ നമ്മൾ നോക്കരുത്. നമ്മൾ ഈ 4 ഹവറിന്റെ ലോ ടൈം ഫ്രെയിമിലേക്ക്, അഥവാ 4 ഹവർ 1 ഹവർ ഒക്കെ വന്നിട്ട് വേണം മാർക്കറ്റ് ഡിസ്കൗണ്ടിലാണോ പ്രീമിയത്തിലാണോ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ദിവസത്തേക്കുള്ള, അല്ലെങ്കിൽ ആ ഒരു സെഷനിലേക്കുള്ള ട്രേഡ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുഷ് ചെയ്യേണ്ടത്. ക്ലിയർ ഓക്കെ ആണോ പറഞ്ഞത്? അപ്പം ഓക്കെ ഓവറോൾ ഹയർ ടൈം ഫ്രെയിം ഹയർ ആണെങ്കിലും മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ഒരു ഡിസ്കൗണ്ട് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഒരു ലണ്ടൻ സെഷനിൽ ചിലപ്പോൾ മാർക്കറ്റ് ഇങ്ങോട്ട് താഴേക്ക് വന്നു വരാം. അതിനർത്ഥം നമ്മുടെ ബയാസ് തെറ്റാണെന്നാണോ? റീട്രേസ്മെന്റ്. അല്ല, ഓക്കെ അത് റീട്രേസ്മെന്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ബയാസ് ഉണ്ട്. ഇപ്പോൾ ഒരു ദിവസത്തേക്കുള്ള ബയാസ് എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് ആണെന്ന് വിചാരിച്ചോ. ഇന്നത്തെ ദിവസം നിങ്ങൾ ബുള്ളിഷ് ആണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു കാര്യം പറയാറുണ്ട് അധികം ആൾക്കാരും, നെവർ മാരി എ ബയാസ്. നിങ്ങളൊരു ബയാസ് കണ്ടെത്തി ആ ബയാസിനെ കല്യാണം കഴിക്കരുത്. അതായത് നിങ്ങൾ അതന്നെ വെച്ച് നിൽക്കരുത്. ചിലപ്പോൾ മാർക്കറ്റ് എന്തും ചെയ്യാം. ഇവിടുന്ന് ഈ റീട്രേസ്മെന്റും കാണിക്കാം. ചിലപ്പോൾ ആ ഒരു ദിവസം മൊത്തം റീട്രേസ്മെന്റ് ആയിരിക്കും. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അവിടെ ആക്ട് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാതെ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റീട്രേസ്മെന്റ് ക്യാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ക്ലിയർ ആണോ പറഞ്ഞേ? ഓക്കെ ജേർണലിങ്ങിന്റെ പാർട്ട് ഓക്കെ ആണോ? ഓക്കെ അല്ലേ ഓക്കെ ഗൈസ്? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യേ. അതെ. അപ്പോൾ പ്രീമിയം വേർഷൻ എടുത്താൽ മാത്രമല്ലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? ബാക്ക് ടെസ്റ്റിംഗ് എങ്ങനെയാ?
ട്രേഡിംഗ് ആ വ്യൂവിലെ പ്രീമിയം. ട്രേഡിംഗിൽ പ്രീമിയം എടുത്താലേ നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേ ഡെയിലിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ബ്രോ. ഓക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ലെസ് ഈസ് മോർ. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഏരിയാസ് എന്ന് പറയുന്നതും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ വലിയ എമൗണ്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലേക്ക് ഇവിടേക്ക് വരരുത്. നിങ്ങളുടെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുക, പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുക, റൂൾസ് പക്ക ഫോളോ ചെയ്യുക, ജേണൽ ചെയ്യുക. ഓക്കെ, ബാക്കി മാർക്കറ്റ് ചെയ്തോട്ടെ, നമ്മൾ ഇത് ഫോളോ ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പ്രോഗ്രാം ചെയ്ത് സർ നോക്കുക. ഓഡിയോ ഓക്കെ കട്ടായി. ഓക്കെ ഓക്കെ, അതായത് മൈൻഡിലേക്ക് നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഒരിക്കലും ഇതിലൊരു കോംപ്രമൈസ് വരുത്തരുത്. ഓക്കെ, ഇല്ല ഇല്ല. ക്ലിയർ അല്ലേ ഓക്കെ. പറഞ്ഞത്? അതെ. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെ നമുക്ക് സെഷൻസ് വൈൻഡപ്പ് ചെയ്താലോ? സാറേ നമുക്ക് ആദ്യമേ ലൈവ് ആണോ പ്രോപ്പ് ആണോ നല്ലത് ഫോക്കസ് ചെയ്യും? ഡെമോ അക്കൗണ്ടിനേക്കാളും നല്ലത് ലൈവ് അക്കൗണ്ട് ആണ്. ഓക്കെ, അല്ല പിന്നെ ഡെമോ അല്ല, പ്രോപ്പ് അക്കൗണ്ട് ആണോ? CSP പ്രോപ്പ്. ഓക്കെ, പ്രോപ്പ് അക്കൗണ്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ബ്രോ. ലൈക്ക് നിങ്ങൾ ആ സമയത്ത് എന്താണെന്ന് വിഷയം, നമ്മൾ ഒരു ചലഞ്ചാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? ലൈക്ക് നമ്മളൊരു അതെ. ചലഞ്ച് ഇങ്ങനെ ഫോളോ ചെയ്യാണ്. അപ്പോൾ നമ്മൾ അതിനെ അതിനോട് നമ്മുടെ മൈൻഡും കൂടുതൽ ചലഞ്ചിങ് ആയിരിക്കും. ലൈക്ക് പെട്ടെന്ന് ഇത് പാസ്സാക്കണം എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഓക്കെ, ആദ്യം ഒന്ന് സെറ്റ് ആവണത് വരെ, ഒന്ന് മാർക്കറ്റിൽ ഒന്ന് പരിചയം ഒന്ന് സെറ്റ് ആവണ വരെ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ചെറിയ എമൗണ്ടിൽ ട്രേഡ് എടുത്ത് തുടങ്ങുക. ഓക്കെ, പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് വെച്ചിട്ട് ട്രേഡ് എടുത്ത് തുടങ്ങുക. നിങ്ങൾ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫണ്ടഡ് അക്കൗണ്ട് ചൂസ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം ലൈവിലെ സെൻഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ മതിയോ? ആ അക്കൗണ്ടിന്റെ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആ നിഖിൽ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ആളിന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ആ നമ്പറിൽ പിന്നെ ഒരു അവസാനം 611 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ നമ്മളെ ഗ്രൂപ്പിനകത്തുള്ള, ഞാൻ വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ആ നമ്പർ ഇടാം. ഓക്കെ, നിങ്ങൾ അക്കൗണ്ട് ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടിനും അത് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ ആ ഒരു സെഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ലൈക്ക് നിങ്ങളുടെ ആ ഒരു ചലഞ്ച് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സാറേ. സ്റ്റാർട്ട് ഹലോ, ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എന്നിട്ട് നിങ്ങളുടെ ആക്ച്വലി നിങ്ങൾക്ക് അതുള്ളൊരു ഒരു എന്താ പറയുക, റിവാർഡ് എന്നുള്ളതിനപ്പുറത്ത് നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യണം. അതിനുള്ളൊരു നല്ലൊരു ചാൻസ് ആണത്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു ലിങ്കിൽ ത്രൂ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാനുള്ള സ്റ്റാർട്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നോ? എന്ത് ബ്രോ, എന്തിൻ്റെ ഡേറ്റ്? ഇത് ഡേറ്റ് ചലഞ്ച് ഡേറ്റ് പറയാന്നാ ആയിരിക്കും. പറഞ്ഞത്. ആണോ? ചലഞ്ചിന്റെ ഓക്കെ 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 ഓക്കെ, ആ ചലഞ്ചിൻ്റെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉടനെ തന്നെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, ഞാൻ അവരോട് പറയാം. ബാക്ക് ടെസ്റ്റ് ഇന്നത്തെ സെഷൻ കൂടി കഴിഞ്ഞോ? സാറേ ഇനി ഇല്ലല്ല. സെക്ഷൻ ഉണ്ടാവോ അതോ? ഇത് ലാസ്റ്റ് സെഷൻ ആണോ? ലാസ്റ്റ് ആവാൻ ചാൻസ് ഇല്ല. ഇനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സെർവറാണ് ഓഡിയോ കട്ടായി. അല്ല, ഞാൻ ഗ്രൂപ്പ് അവരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞതാ. ഓക്കെ, ഇത് ലാസ്റ്റ് സെഷൻ ആണോ? ഇത് ലാസ്റ്റ് സെഷനാണ്, നമുക്കിനി ഫെർദർ സെഷൻസ് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എന്താ അവസ്ഥ? അതെ. ആർക്കും എന്താ ഒരു യെസ് എനർജി യെസ് ഇല്ലാത്ത? യെസ് യെസ് മനസ്സിലായി. കഥ കേട്ട് ഉറങ്ങിയോ? സാറിന്റെ നമ്പറും ഒന്ന് തരണേ. ആ ഗ്രൂപ്പിലുണ്ട് ബ്രോ. ഞാൻ അതില് സാറിന്റെ പേര് ഫുൾ എങ്ങനെ? എൻ്റെ ഷാഫി. ഷാഷ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്, ഞാൻ സീരിയസ്ലി. ഓക്കെ, നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിലാണ് ഒട്ടുമിക്ക പേരും, നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. മോറോവർ നിങ്ങൾ കൂടുതൽ പേരും ബിഗിന്നേഴ്സ് ആണ്. അപ്പം നിങ്ങൾക്കിത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബിഗിനിങ് സ്റ്റേജിലുള്ള സ്ട്രഗിൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഈ രീതിയിൽ നിങ്ങൾ ട്രേഡിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്കുള്ള ആ ഒരു പ്രോഫിറ്റബിലിറ്റി എന്നുള്ളതിലേക്കുള്ള
ഫൈനൽ പീസാണ്. ഇതും കൂടി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പക്കയാണ് കാര്യങ്ങൾ. ഓക്കെ ഓക്കെ. സോ വൈൻഡപ്പ് ചെയ്യട്ടെ. നിങ്ങളുടെ ഫീഡ്ബാക്ക് പറഞ്ഞില്ല, എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കത്തിയോ അതോ? കാര്യങ്ങളൊക്കെ മനസ്സിലായി സാറേ, ഏകദേശം മനസ്സിലായി കാര്യങ്ങൾ. ഓക്കെ ഇനി ചെയ്തു നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പം സാറ് തന്നെയല്ലേ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഒക്കെ എടുത്തേ കുറച്ച്? അതെ 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 അതെ. ഓ ഫൈൻ ഫൈൻ. ഓക്കെ. ഷാഫി അപ്പോ സാർ നല്ല ക്ലാസ് ആയിരുന്നു. ആ സാറേ ഓക്കെ, എക്സൽ താങ്ക് ഷീറ്റ് യു. ഒന്നുമില്ലേ? ഷീറ്റ് ഇടാം. ഓക്കെ. അപ്പൊ അങ്ങനെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഞാൻ സെന്റ് അക്കൗണ്ട് കാര്യം ചോദിച്ചതെന്നാണ് സാറേ, നമുക്കിപ്പം ചെറിയൊരു ക്യാപിറ്റൽ വെച്ച് തുടങ്ങാനായിരുന്നു. ഇപ്പൊ ഞാൻ അൽപ്പാരി നോക്കിയപ്പോ സെന്റിന് $30 സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആണല്ലേ? അതായിട്ട് എന്നിട്ട് അവിടെ സെന്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡോളർ ആയിട്ടല്ല. സെന്റ് അപ്പം അതെ. ആ പിന്നെ 3000 സെന്റ് ആയിട്ട് എങ്ങാണ്ടാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിഖിലിനായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓ ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ. അപ്പൊ നിങ്ങള് മിനിമം $100 ചെയ്യാനാ പറഞ്ഞത്. ഓ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ $100 ഉണ്ടാവണം ആക്ച്വലി. ഓ ഓക്കെ. ഫൈൻ ഫൈൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഇപ്പോൾ ഒരു $10 നമ്മൾ സ്റ്റാർട്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ, ഓക്കെ, $10 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1% റിസ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര രൂപ വരിക? 10 സെന്റ്. സെന്റാണ് നിങ്ങൾക്ക് അവിടെ റിസ്ക് ചെയ്യാൻ പറ്റുക. അതെ. 0.3 സെന്റാണ് നിങ്ങൾക്ക് അവിടെ 1:3 ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടുക? പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ. അപ്പോ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു റിസ്ക് അവിടെ മാനേജ് ചെയ്ത് പോകാൻ കഴിയുമോ? ഇല്ലല്ലോ. അതാണ് ഇല്ല. ദാറ്റ്സ് വൈ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഓക്കെ. പിന്നെ CRTയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു ചലഞ്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ആ ഒരു ലിങ്ക് ത്രൂ നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അത് ബിൽഡ് ചെയ്ത് വരിക. ഓക്കെ. അത് ബിൽഡ് ചെയ്തിട്ടുള്ള പക്ക നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക. ഓക്കെ. നിങ്ങൾ ഒരിക്കലും ട്രേഡ് പുഷ് ചെയ്യരുത്. പ്രോപ്പർ ഏരിയയിൽ വന്നിട്ട് മാത്രം ട്രേഡ് എടുക്കുക. ആ ഏരിയ വന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം ട്രേഡ് ഇല്ല. ഓക്കെ. പറഞ്ഞ കാര്യം എപ്പോഴും ഓർമ്മ വരിക. ഒരു പ്രോ ട്രേഡർ ആവുന്നപ്പോഴാണ് ട്രേഡ് എടുക്കാതെ അയാൾക്കൊരു ദിവസം കഴിഞ്ഞു പോകാൻ പറ്റണം. അപ്പോൾ മാത്രമേ ട്രേഡർ ആവുള്ളൂ. എല്ലാ ദിവസവും ഞാൻ എന്തെങ്കിലും ഒരു ട്രേഡ് എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇരിക്കരുത്. ഓക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വരിക. ഓക്കെ. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നമ്മൾ ഈ CRTയുടെ നമ്മൾ ICT ഇൻഡെപ്ത് കവർ ചെയ്യുന്നുണ്ടല്ലോ. അതെ, ICTയുടെ ഇൻഡെപ്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. CRT ആൻഡ് വോളിയം കാര്യങ്ങളും വരുന്നുണ്ട് ബ്രോ. ഓക്കെ. ഓക്കെ. ICTയിൽ തന്നെ ലിക്വിഡിറ്റി ലെവൽസ് നിങ്ങൾക്ക് SMT കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ? ഇല്ല ഇത് SMC അത് വന്നില്ല. ഓക്കെ. അപ്പോൾ SMCനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ ഒരു CRTയിൽ അഡ്വാൻസ് അങ്ങനെ ആയിട്ടുള്ള പ്രത്യേക എൻട്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? CRTയിൽ നമുക്ക് പ്രത്യേക എൻട്രി എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്കൊരു എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് കറക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ. പ്ലസ് അങ്ങനെ വോളിയത്തിന്റെ അഡ്വാൻറ്റേജും കൂടി അങ്ങനെ എന്തെങ്കിലും എന്താണ് എന്ത് രീതിയിലാണ് പറയുന്നതെന്ന് അറിയാം രീതി അറിയാൻ മീൻസ് വേണ്ടിട്ട്. നമ്മൾ അവിടെ മെയിൻ ആയിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കീ ലെവൽ നോക്കും. കീ ലെവൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ലെവൽ. ആ ലിക്വിഡിറ്റി ലെവലിൽ വന്നിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു CRT ക്യാൻഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് ആ CRT ക്യാൻഡിലിന്റെ ലോ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഹൈ ആയിരിക്കും ടാർഗറ്റ്. ഇപ്പൊ നമ്മള് നമ്മളിപ്പോ എടുത്തിരുന്ന ക്ലാസ്സിൽ ഇപ്പൊ ഒരു കീ ലെവൽ എന്ന് പറയുമ്പോൾ MS ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കാം. അപ്പം MS കീ അതേപോലെ ലെവൽ അല്ല ബ്രോ. അല്ല MS എന്ന് അല്ല ഞാൻ പറഞ്ഞാൽ ഒരു കോൺഫ്ലുവൻസ് ആണ്. ഇപ്പൊ കീ ലെവൽ എന്ന് പറഞ്ഞാൽ FEG, അതേപോലെ ബ്രേക്കർ, അതേപോലെ ഓർഡർ ബ്ലോക്ക്, ഇതൊക്കെ ഓരോ കീ ലെവൽസാ. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഓരോ അപ്പൊ കീ ഈ ലെവൽസ്. കാൻഡിൽ റേഞ്ച് തിയറി ആകുമ്പോ ഈ കാൻഡിലിന്റെ മൂവ്മെന്റ്സ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ പിടുത്തം ആ കിട്ടില്ല. അതുകൊണ്ട് ഈ ആ, ആ, CRT നിങ്ങളെ ഒരു അത് സബ്ജക്റ്റിൽ തന്നെയാണ്. കാണിച്ചു. അതെ, കാൻഡിൽ റേഞ്ച് തിയറി തന്നെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ആ കാൻഡിൽ റേഞ്ച് തിയറി ICTയുടെ പാർട്ടിൽ നിന്നാണ് ആക്ച്വലി കീ ലെവൽസ് വരുന്നത്. കീ ലെവലുകൾ നമ്മൾ കുറെ പഠിക്കുന്നുണ്ട്. ആ കീ അതിനകത്ത് കീ ലെവലുകളിൽ ലെവൽസുകൾ തന്നെയല്ലേ ഈ ഓർഡർ ബ്ലോക്ക്, FEG, അതെ ബ്രേക്കർ ഒക്കെ വരുന്നുണ്ടായി. ബ്രേക്കർ, റിജക്ഷൻ ഓക്കെ ഓക്കെ. ബ്ലോക്കുകൾ. ഓക്കെ. നമ്മൾ അങ്ങനെ ഒരു സെക്കൻഡ്, നമ്മളിപ്പോ ഇപ്പം SMC നമ്മളിപ്പം FEGയും ഓർഡർ ബ്ലോക്ക് ഒക്കെ അല്ലേ പറ്റും. ICT വരുമ്പോൾ കൂടുതൽ കീ ലെവൽസ് വരുമോ? ഇപ്പം ഒരുപാടുണ്ടല്ലോ ബ്രേക്കർ നേരത്തെ പറഞ്ഞ പോലെ. അതെ, കുറേ വരുന്നില്ല. പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന 2-3 കീ ലെവൽസ് കൂടി അതിൽ ആഡ് ഓൺ ആവും.
പ്ലസ് ഓക്കെ 2-3 കോൺഫ്ലുവൻസ് SMT. ഓക്കെ, അതേപോലുള്ള കീ ടൈമിങ്, മൈക്രോ റേഞ്ചുകളുണ്ട്, അതൊക്കെ ഇതിലേക്ക് വരും. ഇതൊക്കെ മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ്. പക്ഷേ ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒന്നും കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കുറേ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കുറച്ചും കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പൊ ഇതിൻ്റെ ഒരു നമ്മള് എൻട്രി ഇമ്പോർട്ടൻറ്റ്. SMC വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ CRT-യിൽ കുറച്ചും കൂടെ ഇയർലി എൻട്രി കിട്ടുമോ? ഏർലി എൻട്രി ഇല്ല, രണ്ടിനും ടൈമിംഗ് ഒന്നാണ്. പക്ഷേ ആ എൻട്രീൻ്റെ കറക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എവിടെ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് നടക്കും, എവിടെ നമുക്ക് ആ ഒരു TP ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, എവിടെ വരെ. ഇപ്പം നമ്മൾ ഈ ഒരു അല്ല, ഞാൻ 1:3 ചോദിച്ചത് എന്താ എന്ന് വെച്ചാൽ പറയുന്ന 1:3 നമ്മൾ ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ SMC-യിൽ ലോ ടൈം ഫ്രെയിമിൽ ഒരു MS-ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചില സമയത്ത് തരാതെ അങ്ങ് പോകും. അതാണ് അതെ ചോദിച്ചത്. അതിനേക്കാളും കൂടുതൽ എൻട്രി നമുക്ക് ഇവിടെ കിട്ടും. കാരണം നമ്മൾ പ്രോപ്പർ CRT വിത്ത് അലൈൻഡ് വിത്ത് പ്രോപ്പർ കീ ലെവൽ പ്ലസ് വോളിയം പ്രൊഫൈലും കൂടി നോക്കിയിട്ടാണ് നമ്മളവിടെ ട്രേഡ് എടുക്കുക. ഓക്കെ. ഓക്കെ, ഇത് നമ്മളൊക്കെ SMC എന്നാണ് ഇതിലേക്ക് വന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു SMC പഠിച്ചുകൊണ്ടുള്ള അഡ്വാൻറ്റേജും കൂടി ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് നിങ്ങൾക്കിപ്പോൾ ഈ SMC സെഷൻ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു CRT-യുടെ സെഷനിലേക്ക് അല്ലെങ്കിൽ ICT-യുടെ വോളിയത്തിൻ്റെ സെഷനിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ. കാര്യം നിങ്ങൾക്കിത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേസമയം ഇത് നമ്മൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിഷയം നമ്മളോട് SMC-യിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു SMC എന്ന് പറയുന്നത്. CRT പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ SMC സെഷൻസ്. ഓക്കെ, ഈസി ആയിരിക്കും കാര്യങ്ങൾ ഫോർവേഡിലേക്ക് പോകുമ്പോൾ. ലിക്വിഡിറ്റി ഒക്കെ ICT കുറച്ചുകൂടെ കൂടുതൽ വരും അല്ലേ? അതെ, ലിക്വിഡിറ്റി ടൈപ്സ് കുറച്ചുകൂടി കൂടുതൽ വരും. ഈ SMC എന്ന് പറഞ്ഞതും ICT-യുടെ മറ്റൊരു കോഴ്സ് ആയിരുന്നു. ICT എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളാണല്ലോ ഈ ICT എന്ന് പറയണേ. അതെ. അയാളുടെ കോഴ്സുകൾ ആൾക്കാർ പിന്നെ യൂട്യൂബിലും മറ്റൊക്കെ ഇങ്ങനെ പെയ്ഡ് ആയിട്ടൊക്കെ കൊടുക്കുന്നത് തുടങ്ങിയപ്പം അയാൾ ക്രിയേറ്റ് ചെയ്തതാണ് ICT എന്ന് പറയുന്ന കാര്യം. SMC ആയിരുന്നു ആൾക്കാർ ഫ്രീ ആയിട്ട്, അതായത് പിന്നെ പെയ്ഡ് ആയിട്ട് ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കട്ടെടുത്ത മീൻസ് ഇയാളുടെ അടുത്തുനിന്ന് ഇയാളുടെ ഒരു അനുമതി ഇല്ലാതെ ഇയാളുടെ മെൻറ്റർഷിപ്പ് എടുത്ത ആൾക്കാർ. പിന്നെ ഇയാൾ സ്വന്തമായിട്ട് ICT എന്ന് പറയാണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത് ആയിട്ട് വിത്ത് ദീസ് ടു. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് CRT ആണ്, പ്ലസ് ICT-ൻ്റെ കീ ലെവൽസ് പ്ലസ് വോളിയം. ഇതാണ് നമ്മൾ ആ ഒരു സിലബസിൽ കവർ ചെയ്യുന്നത്. സിലബസ് ഒക്കെ ഷെയർ ചെയ്തിരുന്നില്ലേ ഗ്രൂപ്പിൽ? സിലബസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. പക്ഷെ അതില് ഈ CRT-യിൽ എന്താ പഠിപ്പിക്കണെന്ന് ഉള്ളത് കണ്ടിട്ടില്ല. അതിനകത്തൊരു വ്യക്തത ഇല്ലായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ബ്രോ, ഇതാണ് നമ്മൾ ക്യാൻഡിൽ റേഞ്ച് തിയറിയാണ്. ഓരോ ക്യാൻഡിൽസും ഓരോ റേഞ്ച് ആണ് എന്നുള്ള ബേസിക് തിയറിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ എന്ത് ഡെമോ ഉണ്ട് കാണിച്ചു തരുമോ? ഇപ്പോൾ ഈ ഒരു 4 hour ക്യാൻഡിൽ, ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 4 hour ക്യാൻഡിൽ. ഇപ്പോൾ നമുക്കിവിടെ ക്ലീൻ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അല്ലേ? അപ്പം നിങ്ങൾ പഠിച്ച കാര്യം വെച്ചോട്ട് സപ്പോർട്ട് ഏരിയ ഇല്ലേ, ഇവിടെ ഒരു ബേസ് ഇല്ലേ, ഒരു ഡ്രോപ്പ് വന്നു, റാലി. ഇത് പഠിച്ചിട്ടുണ്ടോ? റാലി ഡ്രോപ്പ് ബേസ് റാലി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ലിക്വിഡിറ്റി അല്ലേ വരുന്നേ? ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, പക്ഷെ ഇതൊക്കെ ലിക്വിഡിറ്റി ആണല്ലേ ഈ കാണുന്നത്? അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഈ ഒരു 2 മണിക്കൂർ ഞാൻ ഈ ഒരു ഇതിന്റെ റെക്കോർഡിംഗ് ഒന്ന് അതിന്റെ കേട്ടോ, ഞാൻ ഇത് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ അതൊന്ന് ഇനി വേറെ ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങളായിട്ട് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, താങ്ക് യു. ഞാൻ ഓക്കെ, താങ്ക് യു.